ഗ്രന്ഥത്തെക്കുറിച്ച് പരിശുദ്ധ സഭയ്ക്ക് ശരിയായ ധാരണയാണുള്ളത്. എന്നാൽ സെക്റ്റുകൾക്ക്, പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വികലമായ ധാരണയോടുകൂടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രൊട്ടസ്റ്റന്റുകാർ വായിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കും. പ്രൊട്ടസ്റ്റന്റുകാർ പറയും ബൈബിളിലുണ്ടോ, ബൈബിൾ മാത്രം മതി, വിശ്വാസത്തിന് ബൈബിൾ മാത്രം മതി എന്നതാണ് അവരുടെ ഡോക്ടറിൻ. ചോദ്യം എന്താണെന്നറിയാമോ? ഇങ്ങനൊരു ഡോക്ടറിൻ ബൈബിളിലുണ്ടോ എന്ന്. രണ്ടാണ്, ബൈബിൾ വചനമാണോ എന്ന ആദ്യത്തെ ചോദ്യം. ശരിയാണ്, ബൈബിൾ വചനമാണ്. ബൈബിൾ ഇനി തിരിച്ച് വചനം ബൈബിളാണോ? അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. നമ്മളെല്ലാവരും അത്യാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ധാരണയുള്ളവരാണ്. എന്നാൽ തന്നെയും വളരെ ശ്രദ്ധേയമായ രണ്ട് കാഴ്ചപ്പാടുകൾ ലോകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുണ്ട്. കത്തോലിക്ക വിശ്വാസികളായ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്ന വിധമുണ്ട്. അതേസമയം പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ, അവരെ സഭകളെന്ന് വിളിക്കാറില്ല, ഡിനോമിനേഷൻസ് ആണ്, പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളുണ്ട്, അവർ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുന്ന വിധം ഉണ്ട്. പൊതുവിൽ പല ആളുകളെ സംബന്ധിച്ച് എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തോട് അല്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളോട് അത്ര ബന്ധമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും ബൈബിളാണ് ഉപയോഗിക്കുന്നത്. രണ്ടുപേരുടെയും കയ്യിൽ ബൈബിളുണ്ട്, രണ്ടുപേരും ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. എന്നോട് തന്നെ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്ന് വചനം കേട്ടാൽ എന്താണ് കുഴപ്പം? സംസാരിക്കുന്നത് ഈശോയെക്കുറിച്ചല്ലേ, വിശുദ്ധ ഗ്രന്ഥം തന്നെയല്ലേ പറയപ്പെടുന്നത്? അതുപോലെ ചില സെക്റ്റുകൾ അവരുടെ പ്രബോധനത്തിന് ബൈബിൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരാളോട് സംസാരിച്ചപ്പം ഒരു ചെറുപ്പക്കാരനാണ്, അപ്പം പറഞ്ഞു എനിക്കിപ്പോഴാണ് ബൈബിളിനകത്ത് എന്താണുള്ളതെന്ന് ശരിക്കും മനസ്സിലായത്, ഇപ്പോഴാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എനിക്കതെങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കേരളത്തിലുള്ള ഒരു സെക്റ്റുണ്ട്, അവർക്കൊരു കൂടാരമൊക്കെ ഉണ്ട്, അവിടെ പോയി അവിടെ ചെന്നപ്പോഴാണ് വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ദൈവവചനത്തിനകത്ത് എന്താ ഉള്ളതെന്ന് മനസ്സിലായത് എന്നൊക്കെയാണ് പറഞ്ഞതിനോട്. ഞാൻ എന്നോട് കുറച്ച് ചോദ്യങ്ങളും സംശയമൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വളരെ ഭാഗികമായ വഴിതിരിക്കപ്പെട്ട അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെട്ട ചില വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആശയലോകമാണ് ഇവർ കൈമാറുന്നത്. അപ്പോൾ പലപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ച് അവർ ചങ്ങലക്കിടാത്ത വചനം എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതിങ്ങനെയാകാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്കും നൽകപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവ്, അവരിങ്ങനെ പറയും ഞങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ നയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ദൈവവചനം എല്ലാവർക്കുമായി നൽകപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ആർക്കും വേണ്ടെടുത്ത് വായിക്കാം, വായിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും, എന്നിട്ട് ഓരോരുത്തർ അവരവരുടെ ജീവിത സാഹചര്യത്തിനും അവരുടെ അനുഭവത്തിനൊക്കെ അനുസരിച്ച് അത് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യാം എന്ന് ആണ് അവർ കരുതുന്നത്. അങ്ങനെ വ്യാഖ്യാനിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുടെ പേരിലുള്ള വിഭാഗീയതയിലാണ് ധാരാളം പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ നാട്ടിലുള്ളത്. ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിന് ഉണ്ടാവാനാണ് സാധ്യത. അത്രമാത്രം ഗ്രൂപ്പുകൾ തിരിയാനുള്ള കാരണം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കുറച്ച് വികലമായ ഒരു തെറ്റിദ്ധാരണ. ഇനി വിശുദ്ധ ഗ്രന്ഥത്തെ തന്നെ പല വിധത്തിൽ സ്വന്തം വ്യാഖ്യാനങ്ങൾ കൊണ്ട് ദുരുപയോഗിക്കുന്ന സാഹചര്യം, ഇതാണ് ഇത്രയും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകാനൊക്കെയുള്ള ഒരു കാരണം. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു തിരിച്ചറിവാണ് പരിശുദ്ധ സഭയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ളത്. അതിനെക്കുറിച്ചുള്ള ധാരണയോടുകൂടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രൊട്ടസ്റ്റന്റുകാർ വായിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള അപകടം പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം ശരിക്കും എന്താണ്, യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പൊതുവിൽ വിശുദ്ധ ഗ്രന്ഥത്തെ വിളിക്കാറുള്ളത് വചനം എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ വിളിക്കാറുള്ളത് വചനം എന്നാണ്. നമ്മൾ പൊതുവിലൊക്കെ ആളുകളോട് ചോദിച്ചാൽ വചനം എവിടെയാണ്, ഏതാണ് വചനം എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും ഇതാണ് വചനം. വചനം വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എൻ്റെ കയ്യിൽ ബൈബിളൊക്കെ ഉണ്ടല്ലോ എന്ന് ആളുകൾ പറയും. വിശുദ്ധ ഗ്രന്ഥം തീർച്ചയായും ദൈവവചനമാണ്. വിശുദ്ധ ഗ്രന്ഥം തീർച്ചയായും ദൈവവചനമാണ്. ദൈവവചനമാകുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം വിശുദ്ധ ഗ്രന്ഥത്തിന് പ്രാധാന്യം കുറവാണ് എന്നാണോ അച്ഛൻ പറയാൻ തുടങ്ങുന്നത് എന്നൊരു ധാരണ പെട്ടെന്നുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനതിന് മുന്നേ പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയിലെന്ന് മാത്രമല്ല, CCC 103 പാരഗ്രാഫിൽ നമ്മളിങ്ങനെ വായിക്കും. 103 കത്തോലിക്ക സഭ എല്ലാ കാലത്തും വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവായ മിശിഹായുടെ ശരീരത്തെ മാനിക്കുന്നത്, ആദരിക്കുന്നത് പോലെ തന്നെ മാനിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കും. തിരുസഭ വിശുദ്ധ ഗ്രന്ഥത്തെ കാണുന്നത് മിശിഹായുടെ ശരീരത്തിന് കൊടുക്കുന്ന അതേ ബഹുമാനത്തോടു കൂടിയാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധ സഭയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തോട് ബഹുമാനമില്ല എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. വലിയ ബഹുമാനമാണുള്ളൂ. ഇനി കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ശരിയായ ധാരണയാണുള്ളത് എന്നതാണ് ഇതിനകത്തെ കാര്യം. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പരിശുദ്ധ സഭയ്ക്ക് ശരിയായ ധാരണയാണുള്ളത്. എന്നാൽ സെക്റ്റുകൾക്ക്, പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾക്കൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് വികലമായ ധാരണയാണുള്ളത്.
എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് അങ്ങ് പറയുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇനി തുടർന്ന് പറയാൻ പോകുന്നത്. ആദ്യം പറയേണ്ടത് എന്താണ് വചനം എന്നാണ്. നമ്മൾ വചനത്തെ സ്നേഹിക്കുന്നവരാണ്, വചനത്തോട് വലിയ ബന്ധവും പ്രതിബദ്ധതയുള്ളവരാണ്, വചനം ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി സൂക്ഷിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും ആളുകൾ വചനം കാര്യമായി പഠിക്കാറുണ്ട്. പഠിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. നിനക്ക് എത്ര വചനം അറിയാം എന്നൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇത്രയും വചനം എനിക്ക് കാണാതെ അറിയാം എന്ന് പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വചനം പകർത്തി എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലേ? വചനം പകർത്തി എഴുതാറുണ്ട്, വചനം സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ പറയാം. യഥാർത്ഥത്തിൽ എന്താണ് വചനം? യഥാർത്ഥത്തിൽ വചനം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഘടകം. വചനം എന്ന് പറയുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അഥവാ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വാചകങ്ങളാണ് വചനം എന്ന് അതിനെ പരിമിതപ്പെടുത്തരുതെന്നാണ് പറഞ്ഞത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വചനം എന്നത് ഈശോമിശിഹായാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നത്, വചനം മാംസം ധരിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വന്നു. വചനം ദൈവമായിരുന്നു, അവിടുന്ന് ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് വെച്ചാൽ ലോഗോസ് അഥവാ വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വാക്കുകളല്ല, എഴുതപ്പെട്ട വാചകങ്ങളല്ല, ചില പുസ്തകങ്ങളല്ല. പകരം വചനം എന്ന് പറയുന്നത് ഈശോമിശിഹായാണ്. ഇതാണ് നമ്മുടെ വചനത്തെക്കുറിച്ചുള്ള വിശ്വാസ ബോധ്യത്തിൻ്റെ ഹൃദയം. വചനം എന്ന് പറയുന്നത് ഈശോമിശിഹായാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്താണ്? ഈശോമിശിഹ എങ്ങനെയാണ് നമുക്ക് അനുഭവമാകുന്നത്? നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? അവിടുന്ന് തന്നെ മാംസം ധരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജന്മം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വചനത്തെ നേരിട്ട് കാണുന്നത്. വചനമാകുന്ന ദൈവം, വചനമാകുന്ന മിശിഹ ഈ മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനാണത്? വചനം നമ്മോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനും, നമ്മോട് സംസാരിക്കാനും, നമ്മെ പഠിപ്പിക്കാനും, നമ്മെ വിശുദ്ധീകരിക്കാനും, എന്നിട്ട് നമുക്ക് വേണ്ടി സ്വജീവൻ ബലിയായി അർപ്പിക്കുന്നതിനുമാണ് വചനമാകുന്ന മിശിഹ ഭൂമിയിലേക്ക് വന്നത്. ഇനി അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു. അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇനി സംസാരിക്കുക മാത്രമല്ല ഈശോ ചെയ്തുകൊണ്ടിരുന്നത്, ഈശോ പല കാര്യങ്ങളും പ്രവർത്തിച്ചു കൊണ്ടുവരുന്നു. ഈശോ സംസാരിക്കുകയും ചെയ്തു, ഈശോ പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈശോ ആരാണ്, ഈശോ എവിടെയാണ്, ഈശോ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് വേർഡ്സ് ആൻഡ് ഡീഡ്സ്. വാക്കുകളും പ്രവൃത്തികളും ഒരുമിച്ച് ചേരുന്നതാണ് ഈശോ. അഥവാ നമുക്ക് സംലഭ്യമാകുന്ന ഈശോമിശിഹ അവിടുന്ന് പറഞ്ഞ ചില വാക്കുകൾ മാത്രമല്ല, ഈശോമിശിഹായുടെ പ്രവൃത്തിയും കൂടി ചേരുന്നതാണ് ഈശോമിശിഹ എന്ന വ്യക്തിയാണ് വചനം. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ സംസാരിക്കാൻ നമ്മൾ കേൾക്കും, ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കും, എൻ്റെ പ്രവൃത്തികൾ കണ്ട് വിശ്വസിക്കും. അപ്പോൾ ഈശോ സംസാരിച്ച വാക്കുകൾ മാത്രമല്ല വചനം, ഈശോ ചെയ്ത പ്രവൃത്തികളും വചനമാണ്. ഈ കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഈശോമിശിഹായാണ് വചനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിചാരിക്കും ഈശോ പറഞ്ഞ വാക്കുകളിലാണ് ഈശോ നമുക്ക് ലഭ്യമാകുന്നത്. അല്ല, ഈശോ പറഞ്ഞ വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ അതിനേക്കാൾ ഒരുപക്ഷെ പ്രധാനപ്പെട്ടതാണ് ഈശോ ചെയ്ത പ്രവൃത്തികൾ. ഇത് രണ്ടും കൂടിച്ചേരുന്ന സമഗ്രതയാണ് ഈശോമിശിഹ എന്ന വ്യക്തി. ആ വ്യക്തിയാണ് വചനം. ഇനി അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എന്താണ്? ഈശോയെ സമഗ്രമായി നമുക്ക് ലഭ്യമാകുന്ന ഇടമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ശരിയായി പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. ഞാനിത് പറയുമ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിന് മൂല്യം കുറവാണെന്നോ അത് പരിമിതമാണെന്നോ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഗ്രന്ഥത്തിന് അതിൻ്റെ പൂർണ്ണതയുണ്ട്. അത് തിരുസഭയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ്, ലിഖിത രൂപത്തിലുള്ള വചനമാണ്, അതിൻ്റെ മഹനീയതയും എല്ലാം ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? വചനം എന്ന് നമുക്ക് എന്തിനെയെങ്കിലും വിളിക്കാമെങ്കിൽ അത് വിശുദ്ധ ഗ്രന്ഥത്തെ മാത്രമല്ല. ഇനി പറയണ ഡിക്റ്റം പോലെ പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണമേ. വിശുദ്ധ ഗ്രന്ഥം ഇത് വചനമാണോ എന്ന് ചോദിക്കാം. ഒരാൾ ചോദിക്കുക, ഇത് വചനമാണോ? ഉത്തരം എന്താണെന്നറിയാമോ? ഇത് വചനമാണ് എന്നാണ് ഉത്തരം. ഇത് വചനമാണ്. ഇനി മറുവശത്ത് വചനം വിശുദ്ധ ഗ്രന്ഥമാണോ? രണ്ടും തമ്മിൽ സാമ്യം തോന്നുന്നുണ്ടാവും. ഒന്നാന്ന് വിചാരിക്കരുത്, രണ്ടും രണ്ടാണ്.
ബൈബിൾ വചനമാണോ എന്ന ആദ്യത്തെ ചോദ്യം. ശരിയാണ്, ബൈബിൾ വചനമാണ്. ബൈബിൾ ഈസ് ഈക്വൽ ടു വേർഡ്, വചനം. ഇനി തിരിച്ച് വചനം ബൈബിളാണോ? അല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് മനസ്സിലായോ? വ്യത്യാസം ഇതാണ്. വചനം എന്ന് പറയുന്നത് ഒരു വൈഡർ റിയാലിറ്റിയാണ്. അഥവാ എന്താണ് ആ വചനം? അത് ദൈവിക വെളിപാടാണ്. ദൈവമാകുന്ന മിശിഹ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയതാണ്. അഥവാ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ത്രിത്വൈക ദൈവം ഈശോ മിശിഹായിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയവയാണ് വചനം. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ കുറച്ചുകൂടെ ശരിയായ വിധത്തിൽ ദൈവാവിഷ്കരണം, ദൈവവചനത്തെ കുറച്ചുകൂടെ ദൈവിക വെളിപാട് എന്ന്, ദൈവാവിഷ്കരണം എന്നൊക്കെ വിളിക്കുന്നത് കുറച്ചുകൂടെ ഉചിതമാണ്. അവിടുന്ന് തന്നെ വെളിപ്പെടുത്തിയത് ദൈവം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ദൈവം തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നത് ഈശോ മിശിഹ എന്ന ദൈവിക വ്യക്തിയിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ദൈവിക വെളിപാടാണ് വചനം. ആ വെളിപാടിൻ്റെ പൂർണ്ണത ഈശോ മിശിഹായാണ് വെളിപാട്, ഈശോ മിശിഹായാണ് വചനം. ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നത്. ബൈബിൾ വചനമാണോ എന്ന് ചോദിച്ചാൽ വചനമാണ്. കാരണം എന്താണ്? വചനമെന്ന് പറയുന്ന അഥവാ വെളിപാടെന്ന് പറയുന്ന വൈഡർ റിയാലിറ്റി, ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയതിൻ്റെ സമഗ്രത, അതിൻ്റെ ടോട്ടാലിറ്റിയാണ് വെളിപാട് അഥവാ വചനം. അതിനകത്താണ് ബൈബിൾ. അഥവാ ആ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ പൂർണ്ണമായും വെളിപാടാണ്. ബൈബിൾ വെളിപാടാണ്. ബൈബിൾ ദൈവവചനമാണ്. ഇനി മറുവശത്ത് തിരിച്ച് അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ? വചനമെന്ന് പറയുന്നത് ബൈബിളാണോ എന്നാണ് ചോദ്യം. ബൈബിൾ വചനമാണ്, പക്ഷെ ബൈബിൾ മാത്രമല്ല വചനം. ബൈബിൾ മാത്രമുണ്ടെങ്കിൽ വചനമാവുകയില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇവിടെയാണ് കത്തോലിക്ക വിശ്വാസം, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസവും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പ്രൊട്ടസ്റ്റന്റ് തെറ്റിദ്ധാരണകളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. പ്രൊട്ടസ്റ്റന്റുകാർ എപ്പോഴും ഉപയോഗിക്കാറുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അന്തസത്തയായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. അതിൻ്റെ പേര് സോളാ സ്ക്രിപ്തുര എന്നാണ്. സോളാ സ്ക്രിപ്തുര എന്ന് വെച്ചാൽ, സോള എന്ന് പറഞ്ഞാൽ മാത്രം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഓൺലി എന്നൊക്കെ പറയത്തില്ലേ, ബൈബിൾ ഓൺലി, സ്ക്രിപ്ചർ ഓൺലി എന്നാണ് സോളാ സ്ക്രിപ്തുര, സോളാ ബിബ്ലിയ എന്നൊക്കെ പറയും. ബൈബിൾ മാത്രം മതി വിശ്വാസത്തിന് എന്നാണ്. ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ, ഒരു വിശ്വാസിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ, ദൈവത്തെ അറിയാൻ, അങ്ങനെ അവൻ്റെ ആത്മീയ ജീവിതത്തിന്, അവൻ്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന്, അവൻ ഈശോയോട് കൂടെ ആയിരിക്കാൻ അവനാകെ ആവശ്യമുള്ളത് ബൈബിൾ മാത്രമാണ് എന്ന് ലൂതർ പഠിപ്പിച്ചു. ബൈബിൾ മാത്രമാണ്. ഇത് 1550കളിലാണ് പഠിപ്പിക്കുന്നത്. അതുവരെ അങ്ങനെ ഒരു വിചാരമേ ആർക്കും ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കണം, 1500 വർഷങ്ങൾ പരിശുദ്ധ സഭ ഭൂമിയിൽ നിലനിന്നു. അനേകം വിശുദ്ധർ, സഭാപിതാക്കന്മാർ, സ്ലിഹന്മാർ, അവരുടെ പിൻഗാമികളായ സഭാപിതാക്കന്മാർ, അങ്ങനെ തുടങ്ങി വലിയ വലിയ പണ്ഡിതർ, ദൈവശാസ്ത്രജ്ഞർ, മെത്രാന്മാർ, മാർപ്പാപ്പമാർ, അങ്ങനെ തുടങ്ങി വിശുദ്ധര്, വിശുദ്ധരുടെ സമൂഹം, ഇങ്ങനെ തുടങ്ങിയതെല്ലാം 1500 വർഷം, 1-2 വർഷം എന്ന് ഓർക്കണേ, 1500 വർഷം ഈ ഭൂമിയിൽ നിലനിന്നു. ഇങ്ങനെ 1500 വർഷം നിലനിന്ന കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന പുതിയൊരു ആശയമാണ് ഈ ലൂതർ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വെക്കാൻ ലൂതറിനെ പ്രേരിപ്പിച്ച ഘടകം സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള സ്നേഹം എന്നതിനേക്കാൾ സഭയോടുള്ള എതിർപ്പായിരുന്നു. സഭയിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, അത്രയും ആളുകളൊക്കെ പിരിഞ്ഞു പോകണമെങ്കിൽ അച്ഛാ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണാതിരിക്കുമോ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ഒന്നും കാണാതെ എത്രയും ആളുകളൊക്കെ പോകുമോ? ഇത് മുഴുവനും തെറ്റാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പോകും. തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ആ കൂട്ടത്തിൽ പോകാം. തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് പല വിധത്തിലാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് മാർട്ടിൻ ലൂതർ ഉയർത്തിയ ഏറ്റവും ശക്തമായ ആരോപണം ഇൻ്റലിജൻസ് വിൽക്കുന്നു എന്നുള്ളതായിരുന്നു. അതായത് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ദണ്ഡവിമോചനങ്ങൾ വിൽക്കുന്നു എന്നുള്ളതായിരുന്നു സഭയ്ക്കെതിരെ ഉയർത്തിയ ആരോപണം. അത് ആർക്ക് കേട്ടാലും അത് ഇഷ്ടക്കേട് തന്നെ തോന്നും. കാരണം എന്താണ്? ദണ്ഡവിമോചനങ്ങൾ അഥവാ ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരാൾ പൂർത്തിയാക്കേണ്ട പീഡനങ്ങളുടെ ശുദ്ധീകരണത്തിൻ്റെ സഹനം, അത് ഈ ഭൂമിയിൽ വെച്ച് ഇളവ് ചെയ്തു കൊടുക്കുന്നതാണ് ദണ്ഡവിമോചനം. കൃത്യമായി പറഞ്ഞാൽ മോചിക്കപ്പെട്ട പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്ന്,
നിത്യശിക്ഷ നരകമാണ്. താൽക്കാലിക ശിക്ഷയിൽ നിന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിശുദ്ധ സഭ നൽകുന്ന വിടുതലാണ് അഥവാ ഇളവാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അപ്പം ദണ്ഡവിമോചനം പ്രാപിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട്, ഭാഗിക ദണ്ഡവിമോചനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മാർപ്പാപ്പയുടെ ഉർബി തോർബി ആശീർവാദം അത് സ്വീകരിക്കുന്നയാൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനമാണ്. വെറുതെ അല്ല, അതിനുള്ള ഒരുക്കത്തോടു കൂടെ. അതിൻ്റെ ഒരുക്കത്തിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പരിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും മാർപ്പാപ്പയുടെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലുകയൊക്കെ ചെയ്ത് എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പ്രവൃത്തി നിർവഹിക്കുമ്പോൾ സഭയുടെ കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്ന് പരിശുദ്ധ സഭ നമുക്ക് ആ ശിക്ഷയുടെ വിടുതൽ തരും. കാരണം എന്താണ്? ന്യായം ആവശ്യമില്ലാതിരുന്നിട്ടും സഹിച്ചിട്ടുള്ള അനേകം വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ ഒക്കെ സഹനത്തിൻ്റെ ഭണ്ഡാരം സഭയിലുണ്ട്. അതിൽ നിന്നെടുത്താണ് നമുക്ക് തരുന്നത്. എന്തായിരുന്നാലും പരിശുദ്ധ സഭ ദണ്ഡവിമോചനങ്ങളെ വിറ്റു എന്നാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്. എന്തായിരുന്നു അതിൻ്റെ കോണ്ടെക്സ്റ്റ്? സംഭവം ശരിയാണ്, ഭാഗികമായി ശരിയാണ്. എന്താണ് അതിൻ്റെ ശരി? അതിനകത്തുള്ള കാര്യം എന്താണ്? റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്ത് ധാരാളം പണം ആവശ്യമുണ്ടായിരുന്നു. കാരണം മാത്രമല്ല പത്രോസിൻ്റെ സിംഹാസനമാണ്, അതുപോലെ തന്നെ വേണം പണിയാൻ. ഭൂമിയിലെ സഭയുടെ ഹൃദയമാണത്. അപ്പോൾ അത് അത്രയും മനോഹരമായി പണിയണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അതിനുള്ള പണം പല വഴിക്ക് കണ്ടെത്തിക്കൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ ആ സമയത്ത് ദണ്ഡവിമോചനത്തിന് പണം കൊടുക്കുന്നവർക്ക് ദണ്ഡവിമോചനം നൽകുന്നു എന്നൊരു കാര്യവും കൂടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ശരിയാണ്. ഇനി ഇതിനകത്തുള്ള ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതെന്ത് പരിപാടിയാണ് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ? 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ദണ്ഡവിമോചനത്തിന് സഭ ഈ പണം കൊടുക്കൽ അഥവാ ബസിലിക്ക നിർമ്മിക്കാൻ പണം കൊടുക്കൽ മാത്രമല്ല നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന് ആദ്യം ചോദിക്കാന്ന് ചോദ്യം, അപ്പോൾ സമ്പന്നരായ നോബിൾ ഫാമിലീസ്, വലിയ സമ്പന്നര്, അവരൊക്കെ പണം കൊടുത്തത് മേടിക്കുന്നു, പാവപ്പെട്ടവൻ എന്ത് ചെയ്യും എന്നാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം. ഒരു വിഷമം വിചാരിക്കേണ്ടാത്തത് മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കുന്നത്, നോമ്പുകാലത്തെ വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്ത് ആശീർവാദം സ്വീകരിക്കുന്നത്, എന്തിന് കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്ത് ആശീർവാദം സ്വീകരിക്കുന്നു തുടങ്ങി ഒരു വൈദികൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിൽ പങ്കെടുത്തതിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വലുതും ചെറുതുമായ ഒരുപക്ഷെ കത്തീഡ്രലിലേക്കൊക്കെ അതിൻ്റെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് പോലത്തെ പോലുമുള്ള ധാരാളം ദണ്ഡവിമോചന മാർഗങ്ങൾ സഭയിൽ നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു അനീതിയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു പണവും മുടക്കാതെ തന്നെ ഈ ദണ്ഡവിമോചനങ്ങളെല്ലാം പ്രാപിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദണ്ഡവിമോചനം വിറ്റു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. ഇനി രണ്ടാമത്, ദണ്ഡവിമോചനം ഈ ധനം കൊടുത്തവർക്ക് നൽകി എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അന്തസത്തയെക്കുറിച്ചാണ്. എന്താണ് ഈ പണം? ലത്തീൻ പരിശുദ്ധ കുർബാനയിൽ കാഴ്ചവെപ്പിന് ചെല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിങ്ങനെയാണ്: ഭൂമിയുടെ ഫലങ്ങളെയും മനുഷ്യകരങ്ങളുടെ അധ്വാനത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നാണ്. ഭൂമിയുടെ ഫലങ്ങൾ, ഫ്രൂട്ട് ഓഫ് ദ എർത്ത് ആൻഡ് ദ വർക്ക് ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ്സ്, ഇത് 2 സമർപ്പിക്കുന്നതാണ്. സത്യത്തിൽ ഇതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഭൂമി നമുക്ക് തന്ന വിളവ്, അത് ചിലപ്പോൾ കാർഷിക വിളവാവാം, പെട്രോളിയം പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടെയാവാം. അവയൊക്കെ വെൽത്താണ്. ശരിക്കും പറയാം, ലോഹങ്ങൾ അതൊക്കെ വെൽത്താണ്. ഇനി രണ്ടാമത്തെ എന്താണ്? മനുഷ്യകരങ്ങളുടെ അധ്വാനമാണ്. ഇപ്പോൾ ഒരു വിമാനം നിർമ്മിക്കുന്നു, ഭൂമിയിലെ വസ്തുക്കളൊക്കെ എടുത്തിട്ടൊക്കെ ആയിരുന്നു നിർമ്മിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നു, അവൻ അധ്വാനിക്കുന്നു, ഭൂമി വിളവ് നൽകുന്നു. ഒന്നുകിൽ ഇത് രണ്ടുകൂടെ കൂടിച്ചേർന്നത്, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന്. ഇതിനെയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഈ സമ്പത്ത് ഒരാൾക്ക് അനുഭവിക്കാവുന്നതാണ്, ന്യായമായ സമ്പത്ത് അവർക്ക് അനുഭവിക്കാവുന്നതൊക്കെയാണ്. ഇനി ആ സമയത്ത് ഈ വലിയ പ്രഭുക്കന്മാരൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് അനുഭവിക്കാവുന്ന, അവർക്ക് സുഖലോലുപമായി ജീവിക്കാവുന്ന, അവരുടെ തലമുറകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, ആഡംബരത്തിൽ വസിക്കാവുന്ന പണത്തെ, സമ്പത്തിനെ ത്യാഗപൂർവം അവരത് ഈ ബസിലിക്കയുടെ നിർമ്മാണത്തിന് കൊടുക്കുകയും ദണ്ഡവിമോചനം പ്രാപിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവർ കൈമാറിയത് അവരുടെയോ അവരുടെ പൂർവികരുടെയോ അധ്വാനമാണ്, അവരുടെ അധ്വാനമാണ്. ഈ അധ്വാനം ആണ് സഹനം. സഹിക്കുമ്പോഴാണല്ലോ, അഥവാ നമ്മൾ അധ്വാനിക്കുമ്പോഴാണല്ലോ സമ്പത്തുണ്ടാകുന്നത്. അധ്വാനം എന്ന് പറയുന്നത് സഹനം തന്നെയാണ്, അഥവാ ഒരാൾ വിയർപ്പൊഴുക്കുന്നതാണ് അധ്വാനം എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ അധ്വാനമാണ് ഇവർ കൊടുക്കുന്നത്, അഥവാ ദണ്ഡനം. ദണ്ഡനം എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ ദണ്ഡിച്ചുണ്ടാക്കിയ എന്നൊക്കെ പണ്ട് കാലത്തൊക്കെ പറയുന്നത് കേട്ടില്ലേ, അതിൻ്റെ അർത്ഥം ദണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക എന്നതിൻ്റെ അർത്ഥം. സഹനം എന്നാണ് ദണ്ഡനം എന്ന് പറഞ്ഞ അർത്ഥം. അതാണ് ദണ്ഡനത്തിൽ നിന്നുള്ള മോചനമാണ് ദണ്ഡവിമോചനം. സഹനത്തിൽ, ശുദ്ധീകരണത്തിലെ സഹനത്തിൽ നിന്നുള്ള മോചനമാണ്. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇവര് കാഴ്ചവെക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ അധ്വാനമാണ്, അവരുടെ സഹനമാണ്. ഒരുപക്ഷെ അവരുടെ മാത്രം, അവരുടെ കുടുംബത്തിലെ പൂർവികരുടെ ഒക്കെ ആയിരിക്കുമേ ഇതിനെയാണ് സമർപ്പിക്കുന്നത്. ഇത് സമർപ്പിക്കുമ്പോൾ, അവർക്ക് ആ ദണ്ഡനം സമർപ്പിക്കുമ്പോൾ, ദണ്ഡന സ്വർഗ്ഗരാജ്യത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ ദണ്ഡനത്തിനുള്ള മോചനത്തിന് സാധ്യതയുണ്ട്.
ഇത് ഇങ്ങനെ മനസ്സിലാക്കാതിരുന്നാൽ എന്ത് പറ്റുമെന്നറിയാമോ? പണം കൊടുത്തപ്പോൾ അത് കിട്ടി, ഇത് എവിടുന്ന് പണം വന്നു പോലെ അവർ ആലോചിക്കുന്നില്ല. കൊടുത്തപ്പോൾ അത് കിട്ടിയെന്ന് വളരെ ലൈറ്റായിട്ട് തെറ്റിദ്ധരിക്കുകയും അത് അനേകരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ഇന്നും എത്രയോ ആളുകളെന്നറിയോ സഭ ദണ്ഡവിമോചനങ്ങൾ വിറ്റ് കാശുണ്ടാക്കി അതിനെതിരെ ആണ് മാർട്ടിൻ ലൂതർ ഭയങ്കര ശക്തമായി സംസാരിച്ചതെന്നൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒത്തിരി തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയ്ക്ക് ഉണ്ടാവുകയും അങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ സഭയോടുണ്ടായിരുന്ന ഒരു വെറുപ്പോടുകൂടി എല്ലാ കാര്യങ്ങളെയും കാണുകയും, അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം കുറച്ച് അങ്ങനെയായിരുന്നു, പിതൃഭാവത്തോടുള്ള എല്ലാത്തിനോടുള്ള ഒരു വെറുപ്പൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ അദ്ദേഹം സഭയോടുണ്ടായിരുന്ന വലിയ വെറുപ്പിൻ്റെ ഫലമായി, എന്നാൽ വിശ്വാസത്തോടുള്ള സ്നേഹവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇതിൻ്റെ ഫലമായി അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, സഭ നമുക്ക് ആവശ്യമില്ല, ശുദ്ധമായ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകണം. കാരണം സഭയിൽ നിറച്ച പ്രശ്നങ്ങളൊക്കെ ആളുകളൊക്കെ ശരിയല്ലാത്ത വിധത്തിലൊക്കെ പെരുമാറുന്നു. പല ആളുകൾ പല വിധത്തിൽ സഭാംഗങ്ങളോ സഭാ നേതൃത്വത്തിലുള്ളവരോ ഒക്കെ ചിലപ്പോഴൊക്കെ ചില മോശമായ കാര്യങ്ങളൊക്കെ പെരുമാറുന്നു. അപ്പോൾ അത് വേണ്ട, നമുക്ക് ഏറ്റവും ശുദ്ധമായ വിശ്വാസത്തിലേക്ക് പോകാം, ഏറ്റവും ശുദ്ധമായ ശരിയായ ഉറവിടത്തിലേക്ക് പോകാം, എന്നിട്ട് അവിടെ നിന്ന് ജീവിച്ചു തുടങ്ങാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആളുകൾക്ക് അത് ഭയങ്കര അപ്പീലിംഗ് ആയി മാറി. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്താണെന്നറിയാമോ? സഭയിലാകെ പ്രശ്നമാണ്, മനുഷ്യരെ കൂടിയുള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് പോകാം, അങ്ങനെ നമുക്ക് ബൈബിൾ എടുത്തിട്ട് വരാം എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ സോളാ സ്ക്രിപ്തുര, ഇനി മുതൽ ബൈബിൾ മാത്രം മതി വിശ്വാസത്തിന്. ബൈബിളാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ബൈബിൾ മാത്രമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ബൈബിളിൽ എന്തുണ്ടോ അതാണ് ജീവിത പ്രമാണം. ഇങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റന്റുകാർ നിരന്തരം ചോദിക്കുന്ന പ്രസിദ്ധമായ ചോദ്യം ഉണ്ടായത്, ബൈബിളിലുണ്ടോ എന്നവർ ചോദിക്കും. എന്ത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ അവർ ചോദിക്കും ബൈബിളിലുണ്ടോ. നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുന്നില്ല, ഉടനെ അവർ ചോദിക്കും ബൈബിളിലില്ലല്ലോ, ബൈബിളില്ലാത്തൊരു കാര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ നമ്മുടെ പല ആൾക്കാർ അപ്പോൾ ഇങ്ങനെ ഇതിനകത്തിന് ഇപ്പോൾ ബൈബിളിൽ എവിടെയാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ളത്, അങ്ങനെ ഒരു വാക്ക് ബൈബിളിലുണ്ടോ? ഇല്ല, ശുദ്ധീകരണ സ്ഥലം എന്നൊരു വാക്ക് ബൈബിളിനകത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റുന്നത്? ഇനി അപ്പോഴാണ് അടുത്ത ചോദ്യം, ത്രിത്വം, ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിലുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ത്രിത്വം എന്നൊരു വാക്കില്ല. വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണെന്ന് ഓർക്കണമേ. ത്രിത്വം എന്നത് വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണെന്ന് ഓർക്കണം. പക്ഷേ ആദിമസഭയ്ക്ക് മുതലുണ്ടായിരുന്ന വിശ്വാസമാണത്. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ ആധാരമായ വാക്ക് ബൈബിളിനകത്തില്ല. അതെങ്ങനെ ശരിയാകും? ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഇതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തെ തീർത്തും വാചികമായി മനസ്സിലാക്കുന്നതിൻ്റെ പ്രോബ്ലമാണത്. വാചികമായി മനസ്സിലാക്കുക, അത് രണ്ടാമത്തെ പ്രശ്നമാണ്. നമുക്ക് ഇപ്പോൾ ആദ്യം ബൈബിൾ സോളാ സ്ക്രിപ്തുര എന്ന ചോദ്യത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് വിശ്വസിക്കുന്നത്? കാരണം ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല എന്നറിയാമോ? ബൈബിളിനകത്ത് എവിടെയാണെന്ന് തപ്പിയെടുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ബൈബിളിനകത്ത് എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, ബൈബിളിലുണ്ടോ നമ്മൾ നോക്കാറുള്ളത്. സത്യത്തിൽ നോക്കേണ്ടത് അവിടെയല്ല, ബൈബിൾ എവിടെയെന്നാണ് നോക്കേണ്ടത്. ബൈബിൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്, ബൈബിൾ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരാം. ആദ്യം ഇവരെ ചോദ്യത്തെക്കുറിച്ച് പറയാം. ഉദാഹരണത്തിന് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിൾ അതുമായിട്ട് റെഫർ ചെയ്യുന്ന ധാരാളം ഘടകങ്ങൾ നമുക്ക് കാണും. അതായത് ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്ന കാര്യം, അപ്പോൾ വരാനിരിക്കുന്ന യുഗം അവിടുത്തെ കാര്യം അങ്ങനെ റെഫറൻസ് ഉണ്ട്. അതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി പരിത്യാഗ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന മക്കബിയൂസിനെ കുറിച്ചുള്ള വിവരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുണ്ട്. ഇങ്ങനെ പല സ്ഥലത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ന്യായമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പാപം മോചിക്കപ്പെട്ടൊരു വ്യക്തി പാപം മോചിക്കപ്പെട്ടു, ഇനി ആ സ്വർഗത്തിന് അവകാശിയാണ്, സ്വാഭാവികമായി സ്വർഗത്തിന് അവകാശിയാണ്. പക്ഷെ സ്വർഗത്തിന് അവകാശിയായ ആൾക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കാലിക ശിക്ഷ അഥവാ താൽക്കാലിക ശിക്ഷ ബാക്കി നിൽക്കും. എന്താണ് ഈ ടെമ്പററി പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ? അത് ആ പാപം വരുത്തി വെച്ച ക്രമഭംഗമാണ്. ഉദാഹരണത്തിന് ഒരു കുട്ടി അപ്പൻ്റെ വളരെ വിലപ്പെട്ട ഒരു 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 സാധനം ഒരു പളുങ്ക് പാത്രമാണെന്ന് വിചാരിച്ചു, അത് പൊട്ടിച്ചു. കൊച്ചിന് പിന്നീട് ഭയങ്കര ദുഃഖമായി. അപ്പൻ്റെ ദേഷ്യമൊക്കെ തന്നപ്പം കൊച്ചു വന്ന് അപ്പനോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു സാരമില്ല, ക്ഷമിച്ചേക്കുന്നു. അങ്ങനെ ക്ഷമിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ പാത്രം തിരിച്ചു വരുന്നില്ല. ആ പാത്രത്തിൻ്റെ ശൂന്യത ഭവനത്തിൽ ബാക്കി നിൽക്കുന്നു. അത് വരുത്തിയ ഒരു ക്രമഭംഗമുണ്ട്. അത് ആ ബന്ധത്തിൽ വരുത്തിയ അങ്ങനെ ഒത്തിരി മേഖലയിൽ വരുത്തിയ ക്രമഭംഗമുണ്ട്. ക്രമഭംഗം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് സ്വർഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്നതിന്. അതെവിടെ നടക്കും? അത് ഭൂമിയിൽ വെച്ച് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇതിൻ്റെ അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം അത് പരിശുദ്ധിയുടെ ഇടമാണ്, മിശിഹായുടെ ശരീരത്തോട് ഒന്നാകുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കപ്പെടൽ നടത്തണം. അപ്പോൾ അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം എന്ന പേര് വിളിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേ മതിയാകൂ. ഇനി ത്രിത്വത്തിൻ്റെ കാര്യം ഓർക്കുക. ത്രിത്വം എന്നുള്ള വാക്ക് ബൈബിളില്ല, പക്ഷെ പിതാവിനെ കുറിച്ചുള്ള വിവരണമുണ്ട്, പുത്രനെ കുറിച്ചുള്ള വിവരണമുണ്ട്, പരിശുദ്ധ റൂഹായെ കുറിച്ചുള്ള വിവരണമുണ്ട്.
സ്വാഭാവികമായും ഇത് മൂന്നും കൂടെ മൂന്ന് ദൈവിക വ്യക്തികൾ ഒരുമിച്ച് കൂടി ഒന്നായിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. അതിനെ വിളിക്കുന്ന പേരാണ് ത്രിത്വം. അപ്പോൾ അതുകൊണ്ട് അത് ബൈബിളിനകത്തുണ്ടോ എന്ന് ചോദിക്കുന്നത് അത്ര ഉചിതമായ കാര്യമല്ല. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? ഈ സോളാ സ്ക്രിപ്റ്റുര അഥവാ ബൈബിൾ മാത്രം മതി വിശ്വാസത്തിന്, ജീവിതത്തിന്, ബൈബിളിലെ വാചകങ്ങൾ അറിയാമെങ്കിൽ നിനക്കെല്ലാമായി, നീ കുറച്ച് വാചകങ്ങൾ ഇത് കാണാൻ പഠിക്കുമ്പോൾ നിനക്ക് വചനം കിട്ടി എന്ന് തെറ്റിദ്ധരിക്കരുത്. വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വാചകങ്ങൾ മാത്രമല്ല. ഇനി അതുകൊണ്ടാണ് സോളാ സ്ക്രിപ്റ്റുര എന്ന് പറയുന്ന ബൈബിൾ എഴുതപ്പെട്ട വാചകങ്ങൾ മാത്രം മതി നിനക്ക് എന്ന് പറയുന്നത് തന്നെ തെറ്റാകുന്നത്. ഇനി മാർട്ടിൻ ലൂതറിനോട് ചോദിക്കപ്പെടാവുന്ന ഏറ്റവും കോറായിട്ടുള്ള ചോദ്യം എന്നറിയോ? ഏറ്റവും ഭീകരമായ ചോദ്യം എന്നറിയോ? ഭീകരമെന്ന് പറയാൻ കാരണം ആ ചോദ്യം തന്നെ ഈ വാദത്തിൻ്റെ അടിത്തറ ഇളക്കി കളയുന്നതാണ്. എന്താണ് ആ ചോദ്യം എന്നറിയാമോ? മാർട്ടിൻ ലൂതർ അഥവാ പ്രൊട്ടസ്റ്റന്റുകാർ പറയും ബൈബിളിലുണ്ടോ? ബൈബിൾ മാത്രം മതി, വിശ്വാസത്തിന് ബൈബിൾ മാത്രം മതി എന്നതാണ് അവരുടെ ഡോക്ട്രിൻ. ചോദ്യം എന്താണെന്നറിയാമോ? ഇങ്ങനൊരു ഡോക്ട്രിൻ ബൈബിളിലുണ്ടോ എന്നാണ്. അതായത് ബൈബിൾ മാത്രം മതി എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ പറയുമ്പോൾ ബൈബിൾ മാത്രം മതി എന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ് തിരിച്ചുള്ള ചോദ്യം. അതൊരു ഭയങ്കരമായ ചോദ്യമമാണ്. ഒരിടത്തും പറയുന്നില്ല എന്ന് മാത്രമല്ല, ബൈബിൾ മാത്രം പോരാ എന്ന് വിശുദ്ധഗ്രന്ഥം സംസാരിക്കും. ബൈബിൾ മാത്രം മതി എന്ന് വിശുദ്ധഗ്രന്ഥം പറയുന്നൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ബൈബിൾ മാത്രം പോരാ എന്ന് വിശുദ്ധഗ്രന്ഥം നമ്മോട് സംസാരിക്കും. നമുക്കൊരു 1-2 ടെക്സ്റ്റുകൾ പെട്ടെന്ന് വായിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് വായിക്കാം കേട്ടോ. ആദ്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം എടുക്കാം. ആരെങ്കിലും എടുക്കാമോ? 21-ാം അധ്യായം 25-ാം തിരുവചനം വായിക്കാമോ? വിശുദ്ധ യോഹന്നാൻ. മറ്റു പല കാര്യങ്ങളുമുണ്ട്. ഈശോ മിശിഹ ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട്. എന്നിട്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ധാരാളം കാര്യങ്ങൾ ഈശോ മിശിഹായെ കുറിച്ച് ഉണ്ട്, പറയപ്പെടേണ്ടതുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ അത് ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് തോന്നുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം എഴുതുന്ന യോഹന്നാൻ എഴുതുകയാണ്. നമ്മൾ ഓർക്കണം, വിശുദ്ധ യോഹന്നാൻ ഏതാണ്ട് ഇത്രയും പേജുകളിലാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് ഏതാനും പേജുകളിലാണ് അത് എഴുതുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈശോ മിശിഹായെ പൂർണ്ണമാകുന്നു എന്ന് ആരും ധരിക്കില്ല. മാത്രമല്ല, വേറെ ചില ഭാഗങ്ങൾ നോക്കാം. 1 കൊരിന്തോസ് എടുക്കാം. 1 കൊരിന്തോസ് 11-ാം അധ്യായം 2-ാം തിരുവചനം. 1 കൊരിന്തോസ് 11-ാം അധ്യായം 2-ാം തിരുവചനം വായിക്കാമോ? എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പഠിപ്പിച്ച കാര്യങ്ങൾ, രണ്ടാമത് ഞാൻ നൽകിയ പാരമ്പര്യം, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗം കൂടെ വായിക്കാം. ഫിലിപ്പി ലേഖനം 4:9. ഫിലിപ്പി ലേഖനം 4:9. എന്നിൽ നിന്നും പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. അപ്പോൾ സമാധാനത്തിന്റെ എന്തൊക്കെ ചെയ്യാനാണ് പറയുന്നത്? ഒരു പ്രാവശ്യം വായിച്ചു നോക്കി. ഞാൻ എന്നിൽ നിന്നും പഠിച്ചതും ബൈബിളിൽ എഴുതിയിരിക്കുന്നതല്ല, എന്നിൽ നിന്ന് പഠിച്ചതും, 2 സ്വീകരിച്ചതും, 3 കേട്ടതും, ഇനി എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ. നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാനെ, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാനെ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ചെയ്യുക എന്നല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കുക എന്നല്ല, പകരം വാചികമായും സഭാജീവിതത്തിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും നൽകപ്പെട്ടവയെല്ലാം അനുവർത്തിക്കുവനെന്നാണ് വിശുദ്ധ ഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി. നോക്കുക, സൂക്ഷ്മമായ പരിശോധന, ക്രമമായ എഴുതൽ, ഇതാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നടന്നിരിക്കുന്നത്. അല്ലാതെ ഈശോ മിശിഹായെ സംബന്ധിക്കുന്ന സകലത്തും, അഥവാ മനുഷ്യന്റെ ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും ആവശ്യമായത് മുഴുവനും ബൈബിളിൽ മാത്രം നിറച്ചിരിക്കുന്നു എന്നുള്ളതല്ല ബൈബിളിന്റെ പ്രബോധനം. വിശുദ്ധഗ്രന്ഥം തന്നെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇനി ഇതിന്റെ വളരെ ഗൗരവമുള്ള പ്രശ്നം എവിടെ കിടക്കുന്ന അറിയാമോ? ഏറ്റവും നല്ല സഭാജീവിതം നയിച്ചിരുന്നവരാരായിരുന്നു?
തീർച്ചയായിട്ടും നമുക്കറിയാം ആദിമസഭയാണ് അല്ലേ. വിശുദ്ധൻ തന്നെ സാക്ഷ്യപ്പെടുന്നു. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന പാരഗ്രാഫിൽ നമ്മൾ വായിക്കും, ആദിമസഭ ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. അവർ തങ്ങൾക്കൊണ്ട് ഉണ്ടായിരുന്നതെല്ലാം സ്ലീഹന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അവരങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് ജീവിച്ചു. ഏറ്റവും ശരിയായ സഭാജീവിതം ആരുടേതായിരുന്നു? അത് ആദിമസഭയുടേതായിരുന്നു. രസം എന്നറിയാമോ? ആദിമസഭയ്ക്ക് നമുക്കുള്ള ബൈബിൾ ഉണ്ടായിരുന്നില്ല. ആദിമസഭയ്ക്ക് നമുക്കുണ്ടായിരുന്ന ബൈബിൾ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് ആദ്യത്തെ നൂറ്റാണ്ടിൽ പോലും നമുക്കുണ്ടായിരുന്ന ബൈബിൾ ഉണ്ടായിരുന്നില്ല. കാരണം യോഹന്നാന്റെ സുവിശേഷമാണ് അവസാനം രേഖപ്പെടുത്തപ്പെടുന്നത്. അത് എഴുതപ്പെടുന്നത് തന്നെ AD 100-ലാണ്. AD 100 എന്ന് പറയുമ്പോഴേക്കും ഉണ്ടല്ലോ ഈശോയുടെ ഉത്ഥാനം ഏതാണ്ട് 30-33 കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്ന് കരുതുക. എന്നിട്ട് പിന്നെ വരുന്ന ഏതാണ്ട് 60-70 ഒക്കെ വർഷങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എത്ര തലമുറകളാണെന്ന് ആലോചിച്ച് നോക്കി. അത്രയും കാലഘട്ടത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചന പോലും പൂർത്തിയായിരുന്നില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചന പോലും പൂർത്തിയായിരുന്നില്ല. ഇനി അത് കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്തായിരുന്നു? രണ്ടാമത്തെ പ്രശ്നം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾക്ക് സമാനമായ ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു. അതായത് ശിമയോന്റെ സുവിശേഷം ഉണ്ടായിരുന്നു, പത്രോസിന്റെ സുവിശേഷം ഉണ്ടായിരുന്നു. മാർപ്പാപ്പയാണെന്ന് ഓർക്കണം. പത്രോസിന്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. എന്തിന്? തോമാസ് സ്ലീഹായുടെ നടപടികൾ, ആക്ട തോമായ എന്ന് പറയുന്ന നമ്മുടെ തോമാസ് സ്ലീഹായുടെ നടപടികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി അന്ത്രയോസിന്റെ സുവിശേഷം, അങ്ങനെ തുടങ്ങി ഒത്തിരി വിശുദ്ധ ഗ്രന്ഥങ്ങളോട് സമാനമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇങ്ങനെ ലോകത്തിൽ നിൽക്കെ ആരാണ് പ്രൊട്ടസ്റ്റന്റുകാരോട് ഇതാണ് ബൈബിൾ എന്ന് പറഞ്ഞത്? ഈ കാണുന്ന പുസ്തകങ്ങളാണ് ബൈബിൾ എന്ന് ആരാണ് പറഞ്ഞത്? മറ്റാരുമല്ല, തിരുസഭയാണ്. തിരുസഭയ്ക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായത്? തിരുസഭ ഈശോയുടെ ശരീരമായതുകൊണ്ട് ഈശോയുടെ ശരീരത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ, ഇന്ന പുസ്തകങ്ങളൊക്കെയാണ്, ഇവയൊക്കെയാണ് ദൈവനിവേശിത ഗ്രന്ഥങ്ങൾ എന്ന് വെളിപ്പെടുത്തി. ഇനി അതെങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? 2-3 മാനദണ്ഡങ്ങളിലൂടെയാണ്. ഒന്നാമത്തേത് സഭയുടെ ഉപയോഗമാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്തിനാണ് രേഖപ്പെടുത്തിയത്? പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് എന്തിനാണെന്നറിയാമോ? പ്രൊട്ടസ്റ്റന്റുകാർ കരുതുന്ന പോലെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. പകരം വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് തന്നെ ലിറ്റേർജിക്കൽ പർപ്പസിലാണ്. എന്ന് വെച്ചാൽ ആദിമസഭ സമ്മേളിച്ചിരുന്നത് സിനഗോഗുകളിലാണ്. പിന്നീട് സിനഗോഗിൽ നിന്ന് അവർ ജാമ്യ കൗൺസിലിന് ശേഷം പുറത്താക്കപ്പെട്ടു. അപ്പോൾ അവർ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴും അവർ ഈ യഹൂദ പശ്ചാത്തലത്തിലുള്ള ഒരു ആരാധനാ ശൈലിയിലാണ് പതുക്കെ വളർന്നു വന്നത്. ഈവൻ പെസഹായ പോലും അങ്ങനെ വളർന്നു വന്നത്. യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവർക്കറിയാം, ഇവർ സിനഗോഗുകളിലൊക്കെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമായിരുന്നു. നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഈശോ തന്നെ തൻ്റെ പട്ടണത്തിൽ ചെന്നിട്ട് സിനഗോഗിൽ ചെന്ന് വായിക്കാൻ എഴുന്നേറ്റുന്നു, യെശയ്യായുടെ പുസ്തകം നൽകപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കും. അപ്പോൾ അതുപോലെ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയിരുന്ന സഭയ്ക്ക് അവരുടെ പ്രാർത്ഥനാ മധ്യയെ വായിക്കാൻ ഈശോയുടെ ജീവിതം ആവശ്യമായിരുന്നു. പഴയ നിയമഗ്രന്ഥങ്ങളുണ്ട്, പക്ഷേ നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ ജീവിതം വായിക്കപ്പെടണം, തലമുറകളിലേക്ക് വായിക്കപ്പെടണം, ആരാധനയ്ക്ക് ഉപയോഗിക്കപ്പെടണം. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സുവിശേഷം വായിക്കില്ലേ, അങ്ങനെ വായിക്കപ്പെടണം. അപ്പോൾ അങ്ങനെ വായിക്കപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് സത്യം പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത്. ലേഖനങ്ങൾ എഴുതപ്പെട്ടത് അങ്ങനെയാണ്. നിങ്ങൾ സഭയിൽ സമ്മേളിക്കുമ്പോൾ ഇത് വായിക്കണം, എന്നിട്ട് വായിച്ചു കഴിയുമ്പോൾ അടുത്ത സഭയ്ക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കത്തുകളൊക്കെ എഴുതിയത്. ഇവയൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായി മാറി. നോക്കണം, സഭയുടെ സ്ലീഹന്മാർ, ആദ്യത്തെ മെത്രാന്മാർ, അവർ തങ്ങളുടെ സഭകൾക്ക് എഴുതിയ കത്തുകൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്. അതാണ് എപ്പിസൽസ് എന്ന് വിളിക്കുന്നത്. ഇനി പൗലോസ്ലീഹായെ പോലെയുള്ള വലിയ മെത്രാന്മാർ തങ്ങളുടെ സാമന്ത മെത്രാന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം, തീത്തോസിനെ പോലെയുള്ള മെത്രാന്മാർക്ക് നൽകിയ നിർദ്ദേശങ്ങളുടെ കത്തുകൾ, അവ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അഥവാ ദൈവവചനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? മിശിഹായിലൂടെ സ്വീകരിച്ച സഭാജീവിതമാണ്. മിശിഹായിൽ നിന്ന് സ്വീകരിച്ച തിരുസഭയുടെ ജീവിതമാണ് ജീവിക്കുന്ന വചനം. അത് ഈശോ മിശിഹ തന്നെയാണ്. അത് സഭ സ്വീകരിച്ചു, സഭ അത് ജീവിച്ചു. ഈശോ മിശിഹ താനാകുന്ന വചനത്തെ, തൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാകുന്ന വചനത്തെ തൻ്റെ സ്ലീഹന്മാർക്ക് നൽകി. ശ്ലൈഹിക സഭയ്ക്ക്, അപ്പസ്റ്റോലിക് ചർച്ചിന് നൽകി. ഈ 12 അപ്പസ്തോലന്മാർ അവരത് സ്വീകരിച്ചു. അവരവരുടെ പിൻഗാമികൾക്ക് സഭയ്ക്കും അത് പകർന്നു നൽകി. സഭയിൽ ഈ വചനം നിലനിൽക്കുന്നു. അങ്ങനെ സഭയിൽ നിലനിൽക്കുന്ന വചനമാണ് വിശുദ്ധ പാരമ്പര്യം. അഥവാ പരിശുദ്ധ റൂഹ ദൈവവചനത്തെ പരിശുദ്ധ സഭയിൽ നിലനിർത്തുന്നതാണ്
തിരുസഭയുടെ സജീവ പാരമ്പര്യം. അതുകൊണ്ട് ഈ വാക്ക് ശ്രദ്ധിക്കണം, ലിവിങ് ട്രഡീഷൻ. സജീവ പാരമ്പര്യവും വിശുദ്ധ ലിഖിതങ്ങളും അഥവാ എഴുതപ്പെട്ട ബൈബിളും എഴുതപ്പെടാത്ത വചനവും, എഴുതപ്പെട്ട രൂപത്തിലുള്ള വചനവും എഴുതപ്പെടാത്ത രൂപത്തിലുള്ള വചനവും കൂടെ കൂടിച്ചേരുന്നതാണ് വചനം. ഇതിൻ്റെ കുറിച്ച് ഒരു കാര്യം കൂടിയുണ്ട്, അത് കാര്യം പറയാം. ഇപ്പം നമ്മൾ 2 കാര്യം പറഞ്ഞു. 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേരുന്നു. അതിൽ 2 ഏതാണ്? എഴുതപ്പെട്ട വചനം, 2 എഴുതപ്പെടാത്ത വചനം. എഴുതപ്പെടാത്ത വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സഭയുടെ ജീവിതമാണ്. അതാണ് വിശുദ്ധ പാരമ്പര്യം. എന്ന് വെച്ചാൽ വചനം സഭയ്ക്കാണ് നൽകപ്പെട്ടത്. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. വചനം സഭയ്ക്കാണ് നൽകപ്പെട്ടത്, സഭയിലാണ് അത് എഴുതപ്പെട്ടത്, സഭയാണ് അത് വചനമായി സ്വീകരിച്ചത്. 3 കാര്യങ്ങൾ. സഭയ്ക്കാണ് വചനം നൽകപ്പെട്ടത്. ഇനി 2ാമത്തെ കാര്യം എന്താണ്? 2 സഭയാണ് അത് സ്വീകരിച്ചത്, അത് എഴുതിയത്, അത് കാത്തു സൂക്ഷിച്ച സഭയാണ്. ഇനി 3ാമത്തെ എന്താണ്? സഭയിലാണത് നിലനിൽക്കുന്നത്. ഇങ്ങനെ സഭയുടേതാണ് വചനം. എന്ന് വെച്ചാൽ സഭാജീവിതത്തിലാണ് വചനം നിലനിൽക്കുന്നത്. ഈ സഭാജീവിതത്തിലാണ് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ വചനം എഴുതുന്നത്. എന്ന് വെച്ചാൽ അത് എഴുതുമ്പോൾ പോലും അവർ ഇങ്ങനെ ദൃക്സാക്ഷികളായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല. ഇതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ചോസൻ എന്ന് പറയുന്ന ഒരു സീരീസ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതിനകത്ത് ഒരാൾ, ഈശോയുടെ ഒരു ശിഷ്യൻ, മത്തായി സ്ലീഹയാണ് സൂചിപ്പിക്കുന്നതെന്ന് തോന്നുന്നു, ഒരു ഡയറി ആയിട്ടാണ് അത് ഓരോ കാര്യം നടക്കുമ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണും. സത്യത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊരു ശകലം പ്രൊട്ടസ്റ്റന്റ് ചായ്വിലുള്ള ഒരു അവതരണമാണത്. അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. അവരത് ഈശോയുടെ കൂടെ അങ്ങ് ജീവിച്ചു. ഈശോയെ കണ്ടു, ഈശോയെ കേട്ടു, ഈശോയെ അറിഞ്ഞു, അവരങ്ങ് ജീവിച്ചു. അവർക്ക് പലതും മനസ്സിലായതുമില്ല. ഈശോ തന്നെ ഒരു ഇതുപോലെ മനസ്സിലായോ? അവരൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിക്കും. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെ അപ്പം എടുക്കത്തുണ്ടായി പശുക്കാരി, ഇനിയിപ്പോൾ അപ്പം ചുരുണ എവിടെ നിന്നായിരിക്കും ഈശോ ചോദിക്കും എന്ന മട്ടിലൊക്കെയാണ് ഒരു വർത്താനം പറഞ്ഞത്. എന്തിന് ഏറ്റവും ലളിതമായ വിധക്കാരൻ്റെ ഉപമ പോലും ഇവർക്ക് മനസ്സിലായില്ല എന്ന് അവർ തന്നെ തുറന്നു പറയുന്നു. ഈശോ അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കാണും. എന്നിട്ട് എന്താ ഉണ്ടാവുന്നതെന്ന് അറിയാമോ? ഇതിന് ശേഷം, ഈശോയുടെ ഉത്ഥാന ശേഷം, പരിശുദ്ധ റൂഹ അവരുടെ മേൽ ആവസിക്കുകയും അവർ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വചനത്തെ തിരിച്ചറിയുകയും ചെയ്തു. സഭാജീവിതത്തിൽ അവർ തിരിച്ചറിയും. ആ തിരിച്ചറിവാണ് അവർ രേഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അവനത് പറഞ്ഞിരുന്നുവെന്ന് അപ്പോഴവർ ഓർത്തു. അവരുടെ പിന്നീടുള്ള തിരിച്ചറിവാണത്. അവരങ്ങനെയാണ് എഴുതിയത്. പിന്നീടാണ് അവരെഴുതിയത്. അവർ കണ്ടറിഞ്ഞ ഈശോയെ അന്നേരം എഴുതുകയായിരുന്നില്ല. ഉത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ അവർ ഈശോയെ മനസ്സിലാക്കുമായിരുന്നു. ഉത്ഥാനത്തിൻ്റെ വെളിച്ചത്തിൽ എന്ന് വെച്ചാൽ ഈ ബൈബിൾ സുവിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാണല്ലോ, അതിന് ഇങ്ങനെ പറയാം, ഗോസ്പൽസ് ആർ പോസ്റ്റ് റിസറക്ഷണൽ റിട്രോസ്പെക്റ്റീവ് എക്സ്പീരിയൻസ്. ഞാൻ ഈ വാക്ക് പറഞ്ഞിട്ട് ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് വാക്കുകളൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. അതായത് ഉത്ഥാന അനന്തരമുള്ള തിരിഞ്ഞുനോട്ട അനുഭവമാണ് ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം, സുവിശേഷങ്ങൾ. ഉത്ഥാന അനന്തരമുള്ള തിരിഞ്ഞുനോട്ട അനുഭവമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? അതായത് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാവേ. നിങ്ങളിങ്ങനെ രാത്രിയിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലാരുമില്ല, വീട് താകളക്കയിലുണ്ട്. ബസ് ഇറങ്ങി ഒരു ചെറിയ ഇടവഴിയിലൂടെ വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഇങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നാലും വഴി എവിടെ നമുക്കറിയാം. നമ്മുടെ കയ്യിൽ വെളിച്ചമൊന്നും കാര്യമായിട്ടില്ല. നമ്മളിങ്ങനെ ചെറിയ നിലാവത്താണ് ഓടിപ്പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് കാലെന്തോ ചുറ്റി, അമ്മയെ പാമ്പാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുന്ന വഴിക്ക് ആരോ നമ്മൾ തല്ലുമൊക്കെ ചെയ്തു. ഓടിച്ചെന്ന് ഒരു വിധത്തെ താക്കോലൊക്കെ ഇട്ട് വാതിലൊക്കെ തുറന്നു. എന്നിട്ട് വീടിനകത്ത് കയറി സമാധാനമായി. എന്നിട്ട് എന്ത് ചെയ്തു? പാമ്പൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ. ഒരു വലിയ ടോർച്ച് എടുത്തിട്ട് തിരിച്ചു വന്ന വഴിയിലേക്ക് ഇങ്ങനെ അടിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാണ്, അതൊരു മറ്റേ ഇങ്ങനെ ഒരു വള്ളിച്ചെടി വളർന്നിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കിടക്കുമായിരുന്നു. അതിലാണ് പോയി കാല് കെട്ടിയത്. പാമ്പൊന്നും ഇല്ലായിരുന്നു, വള്ളിച്ചെടിയായിരുന്നല്ലേ. അപ്പം പിന്നെ തല്ലിതായിരിക്കും. നോക്കുമ്പോൾ ഒരു വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ വഴിയിലേക്ക് തന്നെ നിൽക്കേണ്ട, അതേലാണ് പോയി അടിച്ചത്. ഈ പേടിയുടെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചത്. ഇതായിരുന്നല്ലേ യാഥാർത്ഥ്യം എന്ന് അന്നേരം നമുക്ക് മനസ്സിലാവും. ഈ ഓടി വന്ന ശേഷം തിരിച്ച് വന്ന വഴിയിലേക്ക് അടിച്ചു നോക്കുന്ന പ്രകാശമാണ് ഉത്ഥാന രഹസ്യം. ഉദ്ധിതനായ ഈശോയുടെ വെളിച്ചത്തിൽ, ഈശോ മിശിഹായിൻ്റെ ഉത്ഥാന അനുഭവത്തിൽ അവർ കഴിഞ്ഞ കാലങ്ങളിലേക്ക്, അവർ ഈശോയുടെ കൂടെ നടന്നതിലേക്ക് തിരിഞ്ഞു നോക്കുന്നതാണത്. ഈ തിരിഞ്ഞുനോട്ടം എപ്പോഴും ഉണ്ട്. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറയില്ലേ, അവൻ നമ്മുടെ കൂടെ നടന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവരിപ്പോഴാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞതാണ് സഭ ജീവിക്കുമ്പോൾ സഭാജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ഈശോയെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അതായത് സഭയാണ് വിശുദ്ധ ലിഖിതങ്ങൾ, സഭാജീവിതമാണ്. അതുകൊണ്ട് സഭയുടെ വചനത്തെ
സഭയിൽ നിന്ന് ഗ്രഹിച്ചില്ലെങ്കിൽ അത് വചനമായിരിക്കുകയില്ല. തിരുസഭയിൽ നിന്ന് വചനത്തെ എടുത്തു മാറ്റിയാൽ അത് വെറും പുസ്തകമായി പോകും, വെറും ഒരു ബുക്കാണ്. ആ ബുക്കിന് പ്രത്യേകതയൊന്നുമില്ല. ഈശോയുടെ ഒരു ബയോഗ്രഫി എന്നൊക്കെ വേണം വിളിക്കും. പക്ഷെ വിശുദ്ധ ഗ്രന്ഥം വെറുതെ ഒരു ബയോഗ്രഫി അല്ല. അതെന്താണ് വിശുദ്ധ ഗ്രന്ഥം? അത് സഭയുടെ ജീവിതാനുഭവമാണ്. ഈശോ മിശിഹായെക്കുറിച്ചുള്ള സ്ലീഹന്മാർക്ക് ലഭിച്ചതും അവർ കൈമാറിയതുമായ ശ്ലൈഹിക പാരമ്പര്യത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന സഭാ ജീവിതത്തിന്റെ രഹസ്യമാണ് വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുള്ളത്. എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് സഭയെ സ്ഥാപിച്ച, സഭയിൽ ജീവിക്കുന്ന ഈശോ മിശിഹായാണ്. അത് അവിടെയാണ് പ്രൊട്ടസ്റ്റന്റുകാർക്ക് വഴിതെറ്റുന്നത്. ഈശോ മിശിഹായെ അറിയണമെങ്കിൽ സഭയെ കൂടിയേ തീരൂ. സഭയെ എടുത്തു മാറ്റിയിട്ട് ഈശോയെ അറിയാൻ പറ്റില്ല, വചനം ഉണ്ടാവില്ല. അങ്ങനെ എടുത്തു മാറ്റിയാൽ അത് വെറും പുസ്തകമായി പോകും. അതുകൊണ്ട് CCC 108 പാരഗ്രാഫിൽ ഇങ്ങനെ വായിക്കും. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസം എന്നത് വെറും ഒരു ഗ്രന്ഥത്തിന്റെ മതമല്ല എന്ന്. വെറും ഒരു ഗ്രന്ഥത്തിന്റെ മതമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഇസ്ലാം, അവർ ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ മതമാണ്. ആ പുസ്തകത്തിൽ എന്തുണ്ടോ അതാണത്. ഇല്ല, പുസ്തകത്തിന്റെ മതമാണ്. അപ്പൊ പുസ്തകമാണ് അവരെ നയിക്കുന്നത്. പക്ഷെ തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിന്റെ മതമല്ല. മനസ്സിലായോ? എന്ന് വെച്ചാൽ അതൊരു ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ഓഫ് എ ബുക്ക് എന്നാണ്. ഒരു ബുക്കിൻ്റെ അല്ല. വിശുദ്ധ ഗ്രന്ഥത്തെയാണ് വെറുതെ ബുക്ക് എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ സഭയിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അത് വെറും ബുക്കായി മാറും. സഭാജീവിതത്തിനകത്താണ് വിശ്വാസം അല്ലെങ്കിൽ വചനം ഉണ്ടാകുന്നത്. ഇത് മനസ്സിലാകാനായിട്ട് ഏറ്റവും ശക്തമായ ഒരു കാര്യം നമുക്ക് കാണാവുന്ന എവിടെയാണെന്നറിയാമോ? ആദ്യത്തെ മാർപ്പാപ്പയുടെ ലേഖനത്തിലാണ്. പ്രൊട്ടസ്റ്റന്റുകാരും കൂടി ഉപയോഗിക്കുന്ന പത്രോസ് ലീഹായുടെ ലേഖനത്തിലാണ്. 2 പത്രോസ് 1:1. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശിമയോൻ പത്രോസ്. ശിമയോൻ പത്രോസ് ആരാണ്? ഈശോ മിശിഹായുടെ ദാസനാണ് എന്ന് സ്വയം വിളിക്കുന്നു. അപ്പസ്തോലനാണ്, സ്ലീഹയാണ്, മാർപ്പാപ്പയുമാണ് ആയ ശിമയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത്. ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് എന്നാണ്. ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട വാചകമാണത്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട, കാണാതെ പഠിക്കേണ്ട ഒരു വാചകമാണ്. ഈ വചനം രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചിരിക്കുന്നവർക്ക് എഴുതുന്നത്. അപ്പസ്തോല വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയ പ്രൊട്ടസ്റ്റന്റുകാർക്ക് എഴുതുന്നതെന്നല്ല, വിഘടിത ഗ്രൂപ്പുകൾക്ക് എഴുതുന്നതെന്നല്ല, നാട്ടുകാർക്ക് മുഴുവൻ എഴുതുന്നത് പോലുമല്ല. പകരം ആർക്കെഴുതുന്നതാണ്? ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക്. സ്ലീഹയായ ഞാൻ പറയുകയാണ് ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അപ്പസ്തോലിക വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നവർക്ക് എഴുതുന്നത് എന്നാണ്. തിരുവചനം എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പസ്തോലിക സഭയ്ക്കാണ്, അപ്പസ്തോലിക വിശ്വാസം സ്വീകരിച്ചവർക്കാണ്. ഇതറിഞ്ഞാലേ വചനത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ചിലപ്പോഴൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും, നമ്മുടെയൊക്കെ വചനപ്രഘോഷണ ശുശ്രൂഷകളിലൊക്കെ ഉണ്ടായിരുന്ന ചില ആളുകളാണ് ഈ സെക്റ്റുകളൊക്കെ വളർത്തിയത്. ഈ വലിയ തീക്ഷ്ണമതികളായ ചില സുവിശേഷ പ്രഘോഷകർ, ചില ധ്യാനകേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർ പിന്നീട് അവിടുത്തെ നേതൃത്വവുമായിട്ട് കലഹിക്കുകയും അവിടെ നിന്ന് പിണങ്ങിപ്പോവുകയും എന്നിട്ട് സ്വന്തമായ സെക്റ്റുകൾ ഉണ്ടാക്കി ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. നമുക്ക് പറ്റിയ പ്രശ്നം എന്താണെന്നറിയാമോ? പറ്റിയ പ്രശ്നം ഇതാണ്, ബൈബിൾ പഠിപ്പിച്ചു, പക്ഷേ ബൈബിൾ എന്താണെന്ന് പഠിപ്പിച്ചില്ല. വചനം ബൈബിളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു, ആ വചനം ശരിക്കും സഭയാണെന്ന് പഠിപ്പിച്ചില്ല. സഭയിൽ എഴുതപ്പെട്ട വചനമാണതെന്നും സഭയുടെ ബൈബിളാണെന്നും സഭയിൽ മാത്രമേ ബൈബിൾ ആവുകയുള്ളൂ എന്നും പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയിട്ട് പുറത്തു പോയി പഠിപ്പിക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ എന്ത് ചെയ്തു? ബൈബിളിലെ വാചകങ്ങൾ പഠിപ്പിച്ചു, ബൈബിളിലെ ആശയങ്ങൾ പഠിപ്പിച്ചു, ബൈബിൾ എന്താണ് എന്ന് പഠിപ്പിച്ചില്ല. ഇതാണ് നമ്മൾ ഇനി സീരിയസ് ആയിട്ട് ചെയ്യേണ്ടത്. വിശുദ്ധ ഗ്രന്ഥം സഭയുടെ വചനമാണ് എന്ന് പഠിപ്പിക്കണം. തിരുസഭയുടെ വചനമാണ്, തിരുസഭയിൽ എഴുതപ്പെട്ട വചനമാണ്. ഇനി അടുത്ത പ്രശ്നം എന്നറിയോ? ഇനി പറയാൻ പോകുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ ഈശോയെ മുഴുവൻ അറിയാൻ പറ്റില്ല. ഈശോയുടെ പ്രബോധനം മുഴുവനും ബൈബിളിൽ നിന്ന് അറിയാൻ പറ്റില്ല. ബൈബിളിൽ ഇല്ല എന്ന് ചോദ്യം. ഇല്ല എന്നാണ് ഒറ്റ വാക്കുതരം. ഇല്ല എന്നാണ് ഒറ്റ വാക്കുതരം. അതെന്താ അങ്ങനെ പറയാൻ കാരണം ഈശോയുടെ വാക്കുകളോളമോ വാക്കുകളെക്കാളോ പ്രധാനപ്പെട്ടതാണ് ഈശോയുടെ പ്രവൃത്തികൾ. ഈശോ മിശിഹ അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവൃത്തികളുമാണ്. നമ്മൾ ആദ്യം കണ്ടു, യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, ഈശോ പറഞ്ഞ കാര്യങ്ങൾ പോലും എഴുതി തീർക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമാണ്, മുഴുവൻ എഴുതിയിട്ടുമില്ല.
എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ക്രമപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമുക്കറിയാം 3 വർഷക്കാലം ഈശോ പരിസ്ഥിതി ജീവിതത്തിൽ എന്തുമാത്രം പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇനി ഈശോ പഠിപ്പിച്ച വലിയ പ്രസംഗങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ചിലത് കമ്പൈൻ ചെയ്തിട്ടൊക്കെ എഴുതിയിട്ടുള്ളൂ. പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ചതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട്. അപ്പോൾ ഈശോ പറഞ്ഞതെല്ലാം ബൈബിളിലില്ല, ഉറപ്പായിട്ടുമില്ല. അപ്പോൾ വാക്കുകൾ പോലും മുഴുവനില്ല. ഇനി രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ പ്രവൃത്തികൾ. ഈശോയുടെ പ്രവൃത്തികൾ ബൈബിളിലുണ്ടോ? അതാണ് ചോദ്യം. ഈശോയുടെ പ്രവൃത്തികൾ ബൈബിളിലുണ്ടോ? പിന്നെ ഇല്ലാതെ എവിടെ പോകുന്നു? ഈശോ രോഗികളെ സുഖപ്പെടുത്തിയതുണ്ട്, അല്ലേ? രോഗികളെ സുഖപ്പെടുത്തിയതുണ്ട്, പാപം മോചിച്ചതുകൊണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ തോന്നും. പക്ഷേ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോ രോഗികളെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വിവരണം ബൈബിളിലുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുന്നത് ബൈബിളിലുണ്ടോ? ഇല്ല, അത് ബൈബിളിലില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയുടെ ചില പ്രവൃത്തികളെ കുറിച്ച് ഓർത്തേ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി പരിശുദ്ധ കുർബാനയുടെ സംസ്ഥാപനങ്ങളാണ്. പ്രവൃത്തികളിലൊന്ന്, ഈശോ കുർബാന സ്ഥാപിച്ചു. കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ചുള്ള വിവരണം ബൈബിളിലുണ്ട്. പക്ഷെ ഈശോ സ്ഥാപിച്ച കുർബാന എവിടെയാണ് ഉള്ളത്? അത് പരിശുദ്ധ സഭയിലാണുള്ളത്. തിരുസഭയിലാണ് ഈശോയുടെ ആ പ്രവൃത്തി നിലനിൽക്കുന്നത്, നിത്യം ജീവിക്കുന്നത്, യുഗാന്ത്യം വരെ അത് സഭയിലുണ്ടാകും. എന്ന് മാത്രമല്ല, ഈശോ മിശിഹ തന്നെയാകുന്ന വചനം, ആ വചനം അത് പൂർത്തീകരിക്കപ്പെടുന്ന അവിടുത്തെ പ്രവൃത്തികളോട് കൂടി ആയിരിക്കെ ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയിലാണ് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ആ പ്രവൃത്തി എവിടെയാണുള്ളത്? വിശുദ്ധ കുർബാന സ്ഥാപനത്തിന്റെ വിവരണമാണ് ബൈബിളിലുള്ളത്. വിശുദ്ധ കുർബാനയും മറ്റു ഉദാശകളും എവിടെയാണുള്ളത്? സഭാജീവിതത്തിലാണുള്ളത്. ഇനി ഈശോ പൗരോഹിത്യത്തെ സ്ഥാപിച്ചു. സ്ലീഹന്മാർ 12 സ്ലീഹന്മാരാണ് ആദ്യത്തെ മെത്രാന്മാർ. 12 പേരെ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ തന്റെ പൗരോഹിത്യം നൽകി. പൗരോഹിത്യം സ്ഥാപിച്ചു. പൗരോഹിത്യം ബൈബിളിലല്ല നിൽക്കുന്നത്, അത് സഭാജീവിതത്തിലാണുള്ളത്. അപ്പൊ ഈശോയുടെ പ്രവൃത്തികൾ നമുക്ക് സഭയിൽ നിന്നാണ് കിട്ടുക. സഭയിലാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം. എഴുതപ്പെട്ട വചനവും സഭാജീവിതവും കൂടിച്ചേരുമ്പോഴേ വചനം പൂർണ്ണമാവുകയുള്ളൂ. ഇത് രണ്ടിനും വലിയ പ്രാധാന്യമുണ്ട്. സഭാജീവിതം പ്രധാനപ്പെട്ടാന്ന് കരുതി ബൈബിൾ പ്രധാനപ്പെട്ടതല്ല എന്ന് വരുന്നില്ല. അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ഒരിക്കലും വരില്ല. കാരണം ഈശോ മിശിഹായെക്കുറിച്ചുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവനിവേശിതമായ വളരെ സമ്യക്കായി സെലക്ട് ചെയ്ത മനുഷ്യരക്ഷയുടെ ആധാരമായി തീരേണ്ട യുഗാന്ത്യം വരെ വായിക്കപ്പെടേണ്ട വിശുദ്ധ ഗ്രന്ഥമാണ്. ഇനി ഈ വിശുദ്ധ ഗ്രന്ഥമാകുന്നത് എവിടെയാണ്? അതിനർത്ഥമുണ്ടാകുന്ന എവിടെയാണ്? അത് സഭയുടെ അകത്തായിരിക്കുമ്പോഴാണ്. ഇനി മൂന്നാമത്തെ ഘടകം എന്താണെന്നറിയാമോ? വചനം പൂർണ്ണമാകണമെങ്കിൽ ബൈബിൾ മാത്രം പോരാന്ന് നമ്മൾ പറഞ്ഞു. 2 സഭ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തിമോത്തിയോസ് ലേഖനം അതിനകത്ത് നമുക്കൊരു ഭാഗം വായിക്കാം. 1 തിമോത്തിയോസ് സഭയെ വിളിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാവേ. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 2 തിമോത്തിയോസ് 3-ാം അധ്യായം 15-ാം തിരുവചനം. 1 തിമോത്തിയോസ് 3-ാം അധ്യായം 15-ാം തിരുവചനം. ഇപ്പോൾ ഇത് എഴുതുന്നതാകട്ടെ എനിക്ക് താമസം നേരിട്ടാൽ അതായത് വിശുദ്ധ ഗ്രന്ഥം എന്തിനു എഴുതുന്നു എന്ന് പറഞ്ഞു വരുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ സഭ. അങ്ങനെ ഓർക്കണേ, ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയും സത്യത്തിന്റെ തൂണും കോട്ടതുമായ കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ്. ദൈവഭവനമാകുന്ന സഭയിൽ നീ എങ്ങനെ പെരുമാറണമെന്ന് നിന്റെ അറിവിനായി നിർദ്ദേശിക്കാനാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? ആ സഭയ്ക്കകത്തുനിന്ന് പുറത്തിയാടി പോയിട്ട് ഒരു ബൈബിളും കൈപിടിച്ചിട്ട് പോയിട്ട് ഇഷ്ടമുള്ളത് പ്രസംഗിക്കാനും ഇഷ്ടമുള്ളത് പഠിപ്പിക്കാനും ഇഷ്ടമുള്ള വിധത്തിൽ ജീവിക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും അല്ല. പകരം ഈശോ സ്ഥാപിച്ച സഭയിൽ, അതായത് എഴുതപ്പെടുമ്പോൾ പോലും ഒരൊറ്റ സഭയേ ഉള്ളൂ. ഈശോ സ്ഥാപിച്ച സ്ലീഹന്മാരിൽ പത്രോസ് മാർപ്പാപ്പയായിരിക്കുന്ന ഒരൊറ്റ സഭയാണെന്നുള്ളൂ. ആ സഭയിൽ ഒരുവൻ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, അഥവാ എങ്ങനെ സഭാജീവിതം നയിക്കണമെന്ന് നമ്മുടെ അറിവിലേക്കായി നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ലിഖിതങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി 2 പറഞ്ഞു. ഇനി മൂന്നാമത്തെ എന്താണെന്നറിയാമോ? 1 എഴുതപ്പെട്ട വചനം ബൈബിൾ, 2 വിശുദ്ധ പാരമ്പര്യം, ലിവിങ് ട്രഡീഷൻ, ജീവിക്കുന്ന സജീവ പാരമ്പര്യം,
3 മജിസ്തേരിയം. മജിസ്തേരിയം എന്താണ്? മജിസ്തേരിയം എന്ന് പറഞ്ഞാൽ, മജിസ്തേരിയം എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ പ്രബോധന അധികാരമാണ്. മാർപ്പാപ്പ തലവനായിരിക്കുന്ന മെത്രാൻ സംഘത്തിനെയാണ് മജിസ്തേരിയം എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കണം, മാർപ്പാപ്പ തലവനായിരിക്കുന്ന മെത്രാൻ സംഘത്തെയാണ് മജിസ്തേരിയം എന്ന് വിളിക്കുന്നത്. ഈ മജിസ്തേരിയമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒഥൻറ്റിക് വ്യാഖ്യാതാക്കൾ. അഥവാ വിശുദ്ധ ഗ്രന്ഥത്തെ പഠിപ്പിക്കാൻ അതിനകത്ത് ഇന്ന കാര്യം, ഇത് ഇങ്ങനെയാണ് വിശുദ്ധഗ്രന്ഥം പറയുന്നത്, ഇതാണ് വിശുദ്ധഗ്രന്ഥത്തിലെ ഈ വാചകങ്ങളുടെ അർത്ഥമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളർത്ഥമെന്നോ, വചനം എന്താണ്, വചനത്തിൽ എന്താണുള്ളത് എന്ന് വചനമല്ല പഠിപ്പിക്കുന്നത്. ആ വചനം പഠിപ്പിക്കപ്പെടുന്നത് മജിസ്തേരിയത്തിലൂടെയാണ്, തിരുസഭയിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ബൈബിൾ ഒരിക്കലും സ്വമേധയാ പഠിപ്പിക്കുകയല്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ബൈബിൾ ഒരിക്കലും സ്വമേധയാ പഠിപ്പിക്കുകയില്ല. എന്നുവെച്ചാൽ ഒരു ബൈബിൾ എനിക്ക് കിട്ടി, അപ്പോൾ ബൈബിൾ എന്നെ പഠിപ്പിച്ചോളൂ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഈ യൂനക്ക് ഷണ്ടൻ അവനിങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ ഫിലിപ്പോസിനോട്, ഡീക്കനായ ഫിലിപ്പോസാണ്, അവിടെ പരിശുദ്ധാത്മാവ് പറയുക രഥത്തിൻ്റെ കൂടെ നടക്കുക. അപ്പോൾ അവൻ ഓടി രഥത്തിൻ്റെ കൂടെ നടക്കും. അപ്പോൾ അവൻ ഏശയ്യായുടെ ഗ്രന്ഥമാണ് അകത്തിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ഫിലിപ്പോസ് ചോദിക്കും, നീ വായിക്കുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ യൂനക്ക്, ഈ ഷണ്ടൻ രാജ്ഞിയുടെ കാര്യവിചാരിപ്പുകാരാണ്, വലിയ ആളാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി ഭയങ്കര പ്രധാനപ്പെട്ട, പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന മറുപടിയാണ്. എന്താണെന്നറിയാമോ? അതിങ്ങനെയാണ്, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എനിക്കെങ്ങനെയാണ് മനസ്സിലാകുക? ആരെങ്കിലും വ്യാഖ്യാനിക്കാതെ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാകുക? നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബൈബിൾ ഇപ്പോൾ ആരെങ്കിലും വ്യാഖ്യാനിച്ച് തരണം നമുക്ക് മനസ്സിലാക്കാം. മലയാളത്തിൽ എഴുതി വെക്കുമല്ലേ എന്നൊരാൾക്ക് തോന്നാം. അങ്ങനെയല്ല. ബൈബിൾ എഴുതിയ സഭയിൽ നിന്ന്, ആ സഭയുടെ പ്രബോധന അധികാരത്തിൽ നിന്ന് വ്യാഖ്യാനിച്ചു തരണം. അത് സ്വീകരിക്കാൻ നമുക്ക് കടമയുണ്ട്. അതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എൻ്റെ വിംസ് ആൻഡ് ഫാൻസീസ് അല്ല, ഞാൻ ബൈബിളിൽ ആരോപിക്കുന്ന ആശയങ്ങളല്ല, ബൈബിളിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളല്ല, പകരം തിരുസഭ ആധികാരികമായി പഠിപ്പിക്കുന്നവയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. ബൈബിൾ നൽകപ്പെട്ട സഭ, ബൈബിൾ സ്വീകരിച്ച വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കസ്റ്റോഡിയനായിരിക്കുന്ന സഭ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശുശ്രൂഷകയായിരിക്കുന്ന സഭ, ആ തിരുസഭയാണ് വചനത്തെ നമുക്ക് വിശദമാക്കേണ്ടത്, നമുക്ക് വ്യക്തമാക്കേണ്ടത്, നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നത്. ഇത് മൂന്നുകൂടെ, അത് എപ്പോഴും എല്ലായിടത്തും, ഞാൻ ഇവിടെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞാലേ, ഇന്ത്യ നയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാലാണ് എന്ന് നമുക്കറിയാം അല്ലേ, ഭരണഘടനയാലാണ്. പക്ഷെ ഒരിക്കലും ഭരണഘടന സ്വമേധയാ പഠിപ്പിക്കുകയല്ല. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന ജുഡീഷ്യറിയാണ് നിയമത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇനി അതിനെ സംരക്ഷിക്കുന്നത് ആരാണ്? അത് ഭരണഘടന സ്വയമല്ല, അത് ലെജിസ്ലേച്ചറാണ്. നോക്കിക്കേ, ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആണ് ഒരു കാര്യത്തെ സംരക്ഷിക്കുന്നത്, കേടുകൂടാതെ നിൽക്കുന്നത്, തെറ്റുകൂടാതെ അഥവാ തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാൻ സഹായിക്കുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ CCCയുടെ ആദ്യ ഭാഗങ്ങളിൽ വായിക്കാം. ആദ്യ ഭാഗങ്ങൾ 2 തൊട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പ് തൊട്ട് ഒരു 74 മുതലുള്ള പാരഗ്രാഫുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ വായിക്കും. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ പ്രബോധനാധികാരത്തിൻ്റെ കാര്യം ഒന്ന് വിചാരിച്ചു, അത് തിരുസഭയിൽ നമുക്കിങ്ങനെ വായിക്കാം. തിരുസഭയുടെ പ്രബോധനാധികാരം. ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധന അധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈശോമിശിഹായുടെ നാമത്തിലാണ് സഭ ഈ അധികാരം വിനിയോഗിക്കുന്നത്. അതായത് റോമാ മെത്രാനായ പത്രോസിന്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി സഭ എന്താ ചെയ്യുന്നറിയാമോ? എന്നാലും ഈ പ്രബോധനാധികാരം ദൈവവചനത്തിന് അതീതമല്ല, അതിന് ശുശ്രൂഷ നടത്തുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗതമായി ലഭിച്ചവ മാത്രമാണ് തിരുസഭ തൻ്റെ ഔദ്യോഗിക പ്രബോധനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. ഇതിന് കാരണം എന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമ്മളിങ്ങനെ വായിക്കും, നിങ്ങളെ ശ്രവിക്കുന്നവൻ എന്നെ കേൾക്കുന്നു. സ്ലീഹന്മാർ പറയുകയാണ്, ഈശോ സ്ലീഹന്മാരോട് പറയുകയാണ്, നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു. അതുകൊണ്ട് ഈ വിശ്വാസികളായ നമ്മൾ സഭയുടെ പ്രബോധനാധികാരം സ്വീകരിച്ചിരിക്കുന്ന മെത്രാൻ സംഘത്തെയാണ് വചനം ഗ്രഹിക്കാൻ വേണ്ടി കേൾക്കേണ്ടത്. അവരും അവരുടെ പിൻഗാമികളും അവരുടെ സഹശുശ്രൂഷകരും വഴി പഠിപ്പിക്കപ്പെടുമ്പോഴാണ് വചനം പൂർത്തീകരിക്കപ്പെടുന്നത്, അഥവാ പൂർണ്ണമായി തീരുന്നത്. ഞാനിതിൻ്റെ സമഗ്രമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതിന് ഒത്തിരി പരിമിതിയുണ്ടല്ലോ. എന്നാലും അതിനകത്ത് നിന്നുകൊണ്ട് ഞാനിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തേത്, വിശുദ്ധ ഗ്രന്ഥത്തിന് ഇനി വിലയില്ലേ എന്ന ചോദ്യമാണ്. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയണു. വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശിതമാണ്. ഇതിലെ ഓരോ പുസ്തകങ്ങളും ഓരോ വാക്കും അത് മുഴുവനും വിശുദ്ധ ഗ്രന്ഥമാണ്, അത് പരിശുദ്ധമാണ്, അത് ദൈവവചനമാണ്. ദൈവവചനമാണ് എന്ന് പറഞ്ഞാൽ, അഥവാ
ദൈവനിവേശിതമാണെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ ഓതർ ദൈവമാണ് എന്നാണ്, അതിൻ്റെ രചയിതാവ് ദൈവമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവമാണ് അതിൻ്റെ രചയിതാവ്. അപ്പം അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ ആരാണ്? ദേ ആർ ദ ട്രൂ ഓതേഴ്സ് എന്നാണ് വിശുദ്ധ തിരുസഭ അവരെ വിളിക്കുന്നത്. യഥാർത്ഥ അവർ ചുമ്മാ ഒരു പേന പോലെയല്ല, വെറുതെ എഴുതാൻ കൊടുക്കുന്ന പേന പോലെയല്ല, ജീവിക്കുന്ന പേനകളാണ്. എന്ന് വെച്ചാൽ അവരുടെ അനുഭവവും അവരുടെ തിരിച്ചറിവുകളും അവരുടെ ബുദ്ധിയും ഒക്കെ അവർ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിൽ, പ്രചോദനത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞത്, എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി എന്നൊക്കെ നമ്മൾ വായിച്ചില്ല. അപ്പം അങ്ങനെയാണ് വചനം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാവുന്ന മേഖല വിശുദ്ധ ഗ്രന്ഥത്തിനപ്പം ഇനി മുതൽ അത്ര ബഹുമാനം കൊടുക്കണ്ടേ എന്നാണ്. ഇതുവരെ കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കണമെന്നാണ് പറഞ്ഞു വന്നത്. കാരണം എന്താണ്? ഈശോ മിശിഹായുടെ ശരീരത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്, അഥവാ അസന്നിഗ്ധമായി എഴുതപ്പെട്ടിരിക്കുന്നതാണ് ഈ ലിഖിത രൂപം. ഈ ലിഖിത രൂപത്തെ സംരക്ഷിക്കുകയാണ്, അഥവാ അതിൻ്റെ ബാക്കി എല്ലാ ഘടകങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് വിശുദ്ധ പാരമ്പര്യം ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ടാവാതെ, കലർപ്പുണ്ടാകാതെ, കാലക്രമത്തിൽ ആരും മാനിപ്പുലേറ്റ് ചെയ്യാതെ, വിട്ടുപോകാതെ സംരക്ഷിക്കുകയാണ് മജിസ്തേരിയം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മജിസ്തേരിയം തിരുസഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. റാറ്റ്സിലർ പാപ്പ എങ്ങനെ പഠിപ്പിക്കുന്നത്? മജിസ്തേരിയം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു പുറമേന്ന് നിൽക്കുന്ന ഘടകമല്ല, അത് അതിൻ്റെ തന്നെ ആന്തരിക ഭാഗമാണ്. എന്ന് വെച്ചാൽ ഈ വചനം രേഖപ്പെടുത്തിയ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ അവർ മിശിഹായുടെ അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളും ഒക്കെയായിരുന്നു. അവരുടെ ഹൃദയം കൂടി ചേർന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തന്നെ ഒരു അവിഭാജ്യമായ ആന്തരിക ഭാഗമാണ് ഈ മജിസ്തേരിയവും വിശുദ്ധ പാരമ്പര്യവും പോലും. അപ്പം അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ ഒരു കത്തോലിക്ക പെർസ്പെക്റ്റീവിൽ, ഒരു കത്തോലിക്ക വിശ്വാസിയായി അല്ലെങ്കിൽ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിൽ. അതാണ് ബൈബിൾ പഠിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്, വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തിന് ചില വാചകങ്ങൾ പഠിക്കലല്ല. അങ്ങനെ വാചകങ്ങളിൽ മാത്രമല്ല പഠിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തെ അതിൻ്റെ ചൈതന്യത്തിലും അതിൻ്റെ സമഗ്രതയിലും അതിൻ്റെ അത് കൈമാറുന്ന ആശയങ്ങളുടെ ടോട്ടാലിറ്റിയിലുമാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വാചകം പ്രൊട്ടസ്റ്റന്റുകാർ പലപ്പോഴും ഇങ്ങനെ ഒരു വാചകം മാത്രം എടുത്തൊക്കെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് അവർ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി പിതാവെന്ന് വിളിക്കാൻ പറ്റും, പിന്നെ പിതാവിനെ അപ്പനെ പിന്നെ ചേട്ടാന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. ഈശോ തന്നെ യോസേപ്പ് പിതാവിനെ പിതാവെന്നാണല്ലോ വിളിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ മറിയം പറയുന്നത്, ഞാനും നിന്റെ പിതാവും എന്തോരം നിന്നെ കാണാതെ വിഷമിച്ചു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം ഈശോ അങ്ങനെ വിളിച്ചിരുന്നു. അപ്പം പിന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പോൾ അതാണ് നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? എന്താണ് അതിൻ്റെ അർത്ഥം? സ്വർഗസ്ഥനായ പിതാവിന് സമാനമായി നീ ഭൂമിയിൽ ഒരാരെയും കരുതരുത് എന്നതിനർത്ഥമുള്ളൂ. നീ ഭൂമിയിൽ ആരെയും ടീച്ചർന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനൊക്കെ പിന്നെ പോടാന്ന് വിളിക്കാൻ പറ്റില്ല നമുക്ക്. അവർ ടീച്ചർ തന്നെയാണ് വിളിക്കേണ്ടത്. ഈശോ തന്നെ പറഞ്ഞു, ഞാനാണ് ടീച്ചർ, ഞാൻ ഗുരുവാണ്. ഈശോ ഗുരുവായിരിക്കുന്നത് പോലെ നമുക്ക് ആരും ഗുരുവായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പം വചനഭാഗങ്ങളെ കഷ്ണമായി മുറിച്ചെടുക്കരുത്. അതുകൊണ്ടാണ് ഈ വചനപ്പെട്ടി എന്ന് പറയുന്ന കാര്യമൊക്കെ അത്ര ശരിയല്ലാത്തത്. കാരണം അത് വചനത്തിൻ്റെ മീനിങ്ങിനെ മുറിക്കും. ഉദാഹരണത്തിന് ഒരു പൊട്ട ഉദാഹരണമാണ്, ഒരു നോവലിലെ വാചകങ്ങൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരെ പറക്കി അടിക്കുക, അതെങ്ങനെ ശരിയാവും? അതിൻ്റെ സെൻസ് മാറ്റിക്കളയും. വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരു ക്രമമുണ്ട്, അതിനൊരു ടോട്ടാലിറ്റി ഉണ്ട്. ആ ടോട്ടാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വേണം വചനം വായിക്കാൻ. അതുകൊണ്ട് എപ്പോഴും വചനം വായിക്കുമ്പം ആദ്യാവസാനം വായിക്കും. ഒരു ഭാഗത്തെ അത് മുഴുവനായിട്ട് വായിക്കണം. എന്നിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന എവിടെ നിന്നാണെന്നറിയാമോ? അവിടുന്ന് മാത്രമല്ല, ആ സുവിശേഷത്തിൽ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സുവിശേഷത്തിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും ആവശ്യമുണ്ട്. ഇത് മുഴുവനും കൂടി ഒരുമിച്ച് ചേർന്നാലേ അതിനകത്ത് നമുക്ക് ആ പ്രത്യേക ഭാഗത്തിൻ്റെ അർത്ഥം എടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു കഥയുടെ കാര്യം, ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കഥ, ആ നോവലിൻ്റെ ഒരു ഭാഗം മനസ്സിലൊന്നും മനസ്സിലായില്ല. മനസ്സിലാൻ എന്ത് വേണം? അതിൻ്റെ മുന്നും പിന്നും എല്ലാം അറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിക്കുക എന്ന് പറഞ്ഞാൽ വാചകങ്ങൾ പഠിക്കലല്ല. വാചകങ്ങൾ പഠിക്കണം, അത് നല്ലതാണ്. ചില വാചകങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നതല്ലാണ്. പക്ഷേ അതുകൊണ്ട് വചനം പഠിച്ചെന്ന് വിചാരിക്കരുത്. പറയാൻ കാരണം, ഒത്തിരി വചന ഭാഗങ്ങൾ അറിയാവുന്ന പ്രൊട്ടസ്റ്റന്റുകാർക്ക് ബൈബിൾ അറിയാമെന്ന് വിചാരിക്കരുത്. അവർക്ക് ചില ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പ്രൊട്ടസ്റ്റന്റുകാർക്ക് എന്തോരം വചനം പഠിച്ചേക്കുന്നു, അവർ വചനം പഠിക്കുന്നില്ല. അതാണ് കുഴപ്പം. അവർ വാചകങ്ങൾ ഹൃദയസ്ഥമാക്കുകയും ചെയ്യുന്നത്. വചനം പഠിക്കുക എന്ന് പറയുന്നത് ഈശോയെ ഗ്രഹിക്കലാണ്. തിരുസഭ നൽകുന്നത് പോലെ ഈശോയെ മനസ്സിലാക്കലാണ്. ഹല്ലേലൂയ.
ഇതാണ് ഇതിൻ്റെ അന്തസത്ത. ഇതാണ് അതിൻ്റെ അന്തസത്ത. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളും എല്ലാം ചോദിക്കാൻ സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ചോദിക്കുകയൊക്കെ ചെയ്യാം. കർത്താവായ ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തെ ശരിയായി മനസ്സിലാക്കാൻ, ഈശോ നമുക്ക് തരുന്നത് പോലെ മനസ്സിലാക്കാൻ, പരിശുദ്ധ സഭയിലൂടെ ഈശോ നമുക്ക് തരുന്ന വചനത്തെ അതേ വിധത്തിൽ സ്വീകരിക്കാൻ, ആദിമ സഭ മുതൽ സ്വീകരിച്ചിരുന്ന അതേ വിധത്തിൽ സ്വീകരിക്കാൻ. ഇടക്കാലങ്ങളിൽ ചില ആളുകളുടെ തെറ്റിദ്ധാരണയിലൂടെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, ശരിയായ വിധത്തിൽ വചനത്തെ സ്വീകരിക്കാനും അതിനെ പങ്കുവയ്ക്കാനും കഴിയുന്ന വചനത്തിൻ്റെ പ്രേക്ഷിതരും ശുശ്രൂഷകരുമാക്കി അവർ നമ്മളെ മാറ്റട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വചന പ്രഘോഷകരെ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയോട് ചേർന്ന് തിരുസഭയുടെ ശക്തിയിൽ വചന പ്രഘോഷണം നടത്താൻ അവരെ അനുഗ്രഹിക്കണമേ. എപ്പോഴും പരിശുദ്ധ സഭയോടും സഭയുടെ അധികാരത്തോടും സഭയുടെ ക്രമീകരണങ്ങളോടും മെത്രാൻ സംഘത്തോടും മജിസ്ട്രേറ്റിയത്തോടൊക്കെ ചേർന്ന് നിന്ന് വിധേയത്വത്തോടുകൂടെ വചനത്തിന് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവവചനം പരിശുദ്ധ സഭയ്ക്കാണ് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നും സ്ലീഹന്മാരുടെ വിശ്വാസം അതേ വിശ്വാസത്തിൽ പങ്കുചേരുന്നവർക്കാണ് വചനം നൽകപ്പെട്ടിരിക്കുന്നതും എന്നും സഭാജീവിതത്തിലാണ് സഭയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളുടെ അറിവിലേക്കായി നിർദ്ദേശിക്കാനാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. എഴുതപ്പെട്ട വചനം മാത്രമല്ല, എഴുതപ്പെടാത്ത രൂപത്തിൽ സഭയിൽ സജീവമായി നിലനിൽക്കുന്ന സജീവ വചനമാകുന്ന സജീവ പാരമ്പര്യത്തെ അതിനോട് ചേർന്ന് അത് സ്വീകരിച്ച് ഉൾക്കൊണ്ട് അതിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധീര്യത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ അവിടുന്ന് നിലനിർത്തുകയും ചെയ്യണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ. വിശ്വാസത്തിലും വിശുദ്ധിയിലും അവിടുന്ന് നമ്മളെ വളർത്തട്ടെ. ദൈവവചനത്തോടുള്ള വലിയ സ്നേഹം നമ്മിൽ നിറയ്ക്കട്ടെ. ദൈവവചനം ആഴത്തിൽ പഠിക്കാനും ആവർത്തിച്ചു വായിക്കാനും വചനപാരായണത്തോട് വലിയ സ്നേഹമുണ്ടായിരിക്കാനും അതുവഴി ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനും പരിശുദ്ധ ആത്മാവ് തിരുസഭയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്ദി പറയാണ്. എത്ര സ്നേഹമുള്ള അരുണച്ച. അച്ഛന്റെ തിരക്ക് നിറഞ്ഞ ജീവിതത്തിനിടയിലും പരിമിതമായ സമയത്തിനുള്ളിൽ തിരുവചനത്തെ കുറിച്ച് വളരെ ലളിതമായി, വളരെ ഹ്രസ്വമായി, ആഴമായി, സമഗ്രമായി അച്ഛൻ പറഞ്ഞു തന്നു. വിശുദ്ധ ഗ്രന്ഥം, തിരുസഭയുടെ വചനം, തിരുസഭയിൽ എഴുതപ്പെട്ട വചനം, പ്രത്യേകിച്ച് യഥാർത്ഥ ഗ്ലോബൽ മിനിസ്ട്രിയുടെ പേരിൽ, നേതൃത്വം നൽകുന്ന വൈദികരുടെ പേരിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ പേരിലും ഏറ്റവും ഹൃദയപൂർവ്വം ഈശോയുടെ നാമത്തിൽ അച്ഛന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു അച്ഛാ. താങ്ക് യു.